ഒരു പ്രാവശ്യം മമ്മൂക്കാൻ്റെ അടുത്ത് നീ എന്താ വിചാരിച്ചത് ഞാൻ മമ്മൂട്ടിയാണ് മാധവനല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മമ്മൂട്ടിയാണോ എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റത്തില്ല, മാധവനായിട്ട് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. മമ്മൂക്ക ഭയങ്കര അവിടുന്ന് ബഹളം കേൾക്കുന്ന ഏതാണ് ഇത് കണ്ട എടുത്ത് മറ്റേ ബഹളം ചീത്തകളിയൊക്കെ കേൾക്കുന്നുണ്ട് ആ ഡയറക്ടർ. ഇത് ഭൂമിയുടെ അറ്റത്തെങ്ങാണ്ട ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നരകമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ലാലേട്ടൻ്റെ പജീറോയിലോ മറ്റോ വന്നു, അതും കയറാതെ പ്രശ്നം വേറെ വണ്ടികളൊക്കെ വന്ന് ചോദിച്ചു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായില്ലേ. ആ സാറില്ല എത്ര ഇതൊന്നും സ്വിറ്റ്സർലൻഡിൽ പോയിരിക്കുന്നതിൻ്റെ വിട്ടല്ലല്ലോ ഈ ലൊക്കേഷൻ കണ്ടിട്ട്. ആടുജീവിതം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തിയേറ്ററിൽ. ഞാൻ ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും, എനിക്ക് വേണ്ടി ഇതുവരെ പ്രാർത്ഥിക്കാറില്ല. സിനിമ യാത്രയുടെ ഒരു തുടക്കം എവിടെ നിന്നാണ്? തിരുവല്ല പോലത്തെ ഒരു സ്ഥലം ഭയങ്കര കൾച്ചറലിയോ അങ്ങനെ ഒരു രീതിയിലും വലിയ പേരുകളൊന്നും, KG ജോർജ് ഒരു എക്സെപ്ഷൻ, അതല്ലാതെ അങ്ങനെ ഒരു വലിയ പാരമ്പര്യം പറയാവുന്ന ഒരു സ്ഥലമോ ബാക്ക്ഗ്രൗണ്ടോ ഉണ്ടോ? അങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം? എനിക്ക് തോന്നുന്നത് അതിനും ജാടയ്ക്ക് ഞാനൊരു ഉത്തരം പറയാം, അല്ലാതെ യഥാർത്ഥമായിട്ടൊരു ഉത്തരം കൂടെ പറയാം. യഥാർത്ഥമായി എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ വീട്ടിലെ 6 പേരിൽ ഏറ്റവും ഇളയാളാണ്. ഞങ്ങളുടെ ഒരു വീടൊരു അന്നത്തെ കാലത്തും ഒരു നാൽക്കവലയിൽ അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് ഒരു തിരുവല്ല ടൗണിനോട് ചേർന്നുള്ളൊരു ഇതിലാണ്. അപ്പം എൻ്റെ അച്ഛൻ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മരിച്ചു. അപ്പോൾ അച്ഛനെക്കുറിച്ചുള്ള വലിയ ഓർമ്മകളോ അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഇല്ലയെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അമ്മ അതുകൊണ്ട് തന്നെ ഒത്തിരി അച്ഛൻ ഇല്ലാത്തൊരു കുട്ടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ ലാളണ അറിയാത്തൊരു കുട്ടി എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ അന്നേരം അതുകൊണ്ട് തന്നെ ആ സ്നേഹം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നെ ഇവിടെയും കളിക്കാൻ വിടത്തില്ല, പ്രത്യേകിച്ച് ഒരു ടൗണിലായതുകൊണ്ട് ഓടിയാലോ വളരെ വിരളമാണ് വണ്ടികളെങ്കിൽ പോലും അടുത്ത് അവിടെ ഒന്നും കളിക്കൂട്ടുകാരില്ല. സ്കൂളിൽ പോലും കളിക്കാൻ നിന്ന് താമസിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആൾക്കാർ തിരക്കി വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഒരു കളിക്കാനൊന്നും ഇല്ലാത്ത ഒരു ഏകാന്തത ഭയങ്കരമായി ഒരു വേദന പോലെ, ഇങ്ങനെ ഏകാന്തതയിൽ എവിടെയോ വലിയ വേദന ഉണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം ഒക്കെ ഞാൻ കുളിച്ച് അവിടെ എൻ്റെ സ്റ്റെപ്പിൽ തനിച്ചിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് റോഡ് മാറിയാൽ ദീപ തിയേറ്ററാണ്. അപ്പം ആ തിയേറ്ററിൽ നിന്നുള്ള പാട്ടുകൾ കേൾക്കും. സിനിമ പിന്നെ എപ്പോഴും കാണാൻ ഫ്രീ ആയിട്ട് കാണാം. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിലും റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഞാനന്നേരം ഈ സിനിമ പാരഡൈസ് പറഞ്ഞപ്പോഴൊക്കെ എൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ എൻ്റെ ഒരു ബയോഗ്രാഫിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് അതുപോലെ കേൾക്കാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ മൈൻഡ് ചെയ്യാഞ്ഞത്. കാരണം ഞാനും അങ്ങനെ വളർന്ന ഒരാളായതുകൊണ്ട്. അപ്പം തിയേറ്റർ സിനിമ ഇങ്ങനെ ഭയങ്കരമായി നമ്മളെ ചെറിയ പ്രായം തൊട്ട്. അപ്പം ഇതിൻ്റെ മുഖ്യമായ ആൾ സംവിധായകനാണെന്ന് അന്നേ അറിയാമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് നിനക്ക് ആരാകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സംവിധായകനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മച്ചിക്ക് അന്നേരം അത്ര മനസ്സിലായി കാണത്തില്ല എന്താണ് ഈ സംവിധായകൻ. പക്ഷേ ഞങ്ങളൊക്കെ അമ്മച്ചി ഉൾപ്പെടെ ഞങ്ങൾ ആൾക്കാർ വീട് തൊട്ടടുത്തായതുകൊണ്ട് അതാ പറഞ്ഞത് കാലം ഭയങ്കരമായ ഒരു മാറ്റമുണ്ട്. അവിടെ ഒരു കുടുംബമായിട്ടൊക്കെ ആൾക്കാർ തിയേറ്ററിൽ സിനിമ കാണാൻ വന്നാൽ ഇൻ്റർവെല്ലാകുമ്പം മൂത്രം ഒഴിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ചിലപ്പം റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ വീട്ടിലായിരിക്കും ചില ബന്ധുക്കളൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ സിനിമ കണ്ടില്ല എപ്പോഴും സിനിമ കാണാൻ വരുന്നവർ നമ്മളെ വിസിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു റിലേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളല്ലേ, അവർ സിനിമ കാണാൻ വരുമ്പോൾ നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും, ഇങ്ങനെയൊക്കെയുള്ള. അപ്പം സിനിമ വളരെ അടുത്ത് നിന്ന ഒരു ബാല്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നീട് ഈ പറഞ്ഞ ജോർജ് സാറ് ഒക്കെ ഇങ്ങനെ ഫിലിം മേക്കറായി എന്നറിയുമ്പം തന്നെ അതിൻ്റെ ആഗ്രഹത്തിന് കൂടുതൽ
വഴി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ ഉത്തരം, രണ്ടാമത്തെ ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പം ഞാനും വിചാരിച്ചിട്ടുണ്ട്, ഈ പണ്ട് തിരുവല്ലയെക്കുറിച്ച് DC കിഴക്കേമുറി പറഞ്ഞിട്ടുള്ള തിരുവല്ലയിലെ പാസ്ബുക്കും ബൈബിളും മാത്രമേ വിൽക്കാൻ ഉണ്ടാവുള്ളൂ, അല്ല ഒരു ബുക്ക് പോലും ഉണ്ടാകുന്ന ഒരു സ്ഥലമായിട്ടല്ല. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു വളരെ എല്ലാവരുടെയും ബുക്ക് സ്റ്റാൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഒരു വായന അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഒരു സാംസ്കാരികമായ സാഹിത്യപരമായ ഒരു വലിയ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഇന്നും വളരെ അപൂർവമായി നടക്കുന്നൊരു ഇടം തന്നെയാണ്. കാരണം ഒരു സെൻട്രൽ ട്രാവൻകൂറിലെ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റിയുടെ പണ്ട് സ്വർണ്ണക്കട തുടങ്ങാൻ ജോയാലുക്കാസ് പോലും മടിച്ചിരുന്നു. കാരണം ഇവിടെയൊക്കെ സ്വർണ്ണം ഉപയോഗിക്കുന്നവരാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇത് പറയുന്നൊരു ഇടം കൂടിയാണ്. കാരണം വിദേശത്ത് ഏറ്റവും കൂടുതലുള്ള ആൾക്കാരുള്ളൊരു ഇടം എന്നൊക്കെ. അപ്പം എനിക്കറിയത്തില്ല, എനിക്ക് ചെറിയ പ്രായത്തിൽ തൊട്ട് ഞാൻ കുറച്ച് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വായന നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഏകാന്തത ശരിക്കും എനിക്ക് തോന്നുന്നു, എനിക്ക് 16 വയസ്സുള്ളപ്പം ഒരുപാട് സ്നേഹിച്ചിരുന്ന എൻ്റെ അമ്മയും എന്നെ വിട്ടുപോയി. അപ്പം പിന്നീട് 16 വയസ്സെന്ന് പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. പിന്നെ അങ്ങോട്ടൊരു ഇരുണ്ട അവസ്ഥകളാണ്, സംസാരിക്കാത്ത ദിവസങ്ങളുണ്ടാവുക. അപ്പം പിന്നെ അതിനകത്തൊരു കാഠിന്യം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കുറച്ച് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ടുള്ളത് ഈ വായന, സിനിമ അങ്ങനെയൊക്കെയാണ്. അപ്പം പിന്നെ വേറെ ലക്ഷ്യമൊന്നുമില്ലല്ലോ. ഞാൻ ഒരാൾ നിലനിൽക്കുന്നതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഭൂമിക്കോ മറ്റാൾക്കാർക്കോ ആവശ്യമില്ലാതെ വരുന്ന കരുതുവാനില്ലാത്തൊരവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഖനമുണ്ടല്ലോ. ആ ഖനത്തിലായിരുന്നു എൻ്റെ ബാല്യവും യൗവനവും കൗമാരവും യൗവനവും ഒക്കെ. ചെറുപ്പത്തിൽ അനുഭവിച്ച ഏകാന്തതയുടെ കാര്യം പറഞ്ഞല്ലോ. സാറിന്റെ സിനിമകൾ എടുത്ത് നോക്കിയാലും ഒന്നല്ലെങ്കിൽ മറ്റൊരു കഥാപാത്രം ഏതെങ്കിലും തരത്തിൽ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ചെറുപ്പത്തിലെ അനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊണ്ടിട്ടാണോ അത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത്? ഇതൊന്നും ബോധപൂർവമായി ഒന്നും നമ്മൾ ചെയ്യത്തില്ലല്ലോ. പക്ഷെങ്കിൽ നമ്മളുടെ ഒരു റിതം എന്ന് പറയുന്നത് അറിയാതെ ഒക്കെ ചിലപ്പം സംഭവിക്കാം. എനിക്ക് ആ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പല ഇൻ്റർവ്യൂവിലും പല ഇത് വരുമ്പോഴാണല്ലോ നമ്മളിത് മനസ്സിലാക്കുന്നത്. എൻ്റെ സിനിമകളെ ഞാൻ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ എപ്പോഴും അച്ഛൻ മകൻ എന്ന് പറയുന്ന, അപ്പം ചിലരതിനെ പറയും പുരുഷ കഥാപാത്രം എന്നുള്ള രീതിയിൽ, പുരുഷ മേധാവിത്വം എന്ന് വേണമെങ്കിൽ പറയുന്ന ഒക്കെ പല ഇൻ്റർപ്രിട്ടേഷൻസ് വരാം. പക്ഷേ അച്ഛനും മകനും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഒരുപാട് മിക്കവാറും എല്ലാ സിനിമയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നീട് ഞാൻ തന്നെ എന്തുകൊണ്ട് എന്നുള്ളതിനൊരു ഉത്തരം ഞാൻ കണ്ടപ്പോൾ എനിക്ക് അച്ഛൻ എനിക്ക് സങ്കല്പമാണ് അച്ഛൻ, എൻ്റെ ഇമാജിനേഷനാണ്. എൻ്റെ അച്ഛൻ്റെ പെൻസിൽ ഡ്രോയിങ്ങിലുള്ളൊരു പടവും അല്ലാതെ വളരെ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളൊരു പടവും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അച്ഛനെക്കുറിച്ച് ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആരാധനയോടുകൂടി സ്നേഹത്തോടുകൂടി അല്ലെങ്കിൽ പല ഇമേജുകൾ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എൻ്റെ കഥാപാത്രങ്ങളിലൂടെയൊക്കെ. അപ്പോൾ അതായിരിക്കാം. പക്ഷേ അമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ അമ്മയെക്കുറിച്ച് ഞാൻ അങ്ങനെ അതുമാത്രമായിട്ട് അങ്ങനെ എഴുതിയിട്ടില്ല. അപ്പം അങ്ങനെ ചില ഇത് സ്വാഭാവികമായിട്ട് വരണമല്ലോ, വന്നാലല്ലേ നമ്മൾ റൂട്ടടാകത്തുള്ളൂ. അതിൻ്റെ ഒരു കൃത്യം ഞാൻ മറുപടി എനിക്ക് അങ്ങനെ ഒരു ഏകാന്തതയുടെ ഒരു അവസ്ഥകൾ അങ്ങനെ ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ അല്ല ഭ്രമരം എനിക്ക് ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അമ്മയുടെ മരണത്തിനൊക്കെ ശേഷം എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അത്ര ഒരു നിരീശ്വരവാദമാണോ അല്ലെങ്കിൽ വല്ലാത്തൊരു കറുത്ത വഴികളിലൂടെ സഞ്ചരിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം രാഷ്ട്രീയമാണേലും ഒക്കെ. അപ്പം അങ്ങനെ ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ സൺഡേ സ്കൂൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും എന്നെ വിശ്വാസത്തിലോട്ടോ ദൈവമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളൊക്കെ തന്നെയാണ്, സ്വന്തം കഴിവുകളിൽ കുറേ വിശ്വസിക്കുന്നു അതൊക്കെയാണ് എന്നൊക്കെ വിചാരിക്കാറില്ല. മൂന്നാമതൊരു
പേഴ്സണിനെ കുറിച്ച് നമുക്കങ്ങനെ ചിന്തയൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഈ എഴുത്തിൻ്റെ ഘട്ടം വന്നപ്പോഴാണ്, എഴുതാൻ സാധിച്ചപ്പോഴാണ് എനിക്കിത് ഫീൽ ചെയ്യാൻ പറ്റിയത്. കാരണം ഇതൊന്നും എഴുതാൻ പറ്റുന്ന ഇന്നും യാതൊരു അറിവില്ലാത്ത ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പക്ഷെങ്കിൽ എനിക്ക് അത്ര വലിയ അറിവ് മുഴുവനായിട്ട് വേണ്ട എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് വേണ്ടിയ സാധനം എനിക്ക് എവിടെ നിന്നെങ്കിലും പിക്ക് ചെയ്യാൻ പറ്റും. എവിടെ ഈവൻ ഡയലോഗായിട്ടാണെങ്കിലും അതിൻ്റെ ഒരു ഇതിലാണെങ്കിലും ഇപ്പം പ്രമരത്തിൽ പോലും ക്ഷമയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ഞാൻ എഴുതി. ഞാൻ ബുദ്ധനെ ഒന്നും വായിച്ചിട്ടുണ്ടായിട്ടില്ല, പക്ഷെങ്കിൽ ഞാൻ ആ വാക്ക് എനിക്ക് വീണ് കിട്ടും. അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നല്ല ഒരു ഇയാളുടെ ജുവനൈൽ ഹോമിൽ നിന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന ചില ഫിലോസഫിയൊക്കെ ഉണ്ടല്ലോ, ഈ വഴിപിഴച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള പിള്ളേരെ പഠിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ, ഫിലോസഫി പഠിപ്പിച്ചല്ലേ അവരെ നന്നാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് പഠിച്ചത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ഈ ശിവൻകുട്ടി ഇങ്ങനെ വരികയും ബസ്സിൽ വെച്ച് ഇങ്ങനെ പറയുന്നൊരു സമയത്ത് എന്ത് പറയും. അപ്പം ഇതൊന്നും പഠിപ്പിച്ചതൊന്നും അറിയുന്ന ഒരാളല്ല ഞാൻ. അപ്പോഴാണ് കുറച്ചിങ്ങനെ മനസ്സിലാലോചിച്ചപ്പം 2 ആഴ്ചയ്ക്ക് മുമ്പ് വായിച്ചൊരു പത്രത്തിൻ്റെ ഒരു എഡിറ്റോറിയലിന് താഴെയുള്ള ഒരു കോട്ടിങ് നോക്കുന്നത്. പെട്ടെന്ന് ഞാൻ ഇരുന്നിടത്ത് ഞാൻ തന്നിച്ചിരുന്ന എഴുതാൻ ആഗ്രഹിക്കുന്നു. തപ്പി നോക്കിയപ്പോഴാണ് ക്ഷമയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന, ബുദ്ധൻ കണ്ട് എഴുതിയിരിക്കുന്ന കാണുന്നത്. ഒരു ഫിലിം മേക്കർ ആകുക എന്ന് പറയുന്നത് ഒരു വലിയൊരു റിസ്ക് ഉള്ളൊരു കാര്യമായിരുന്നു. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരാളുടെ കൂടെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകണമെന്നുണ്ടെങ്കിൽ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഞാൻ 83-ൽ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ്, ആ സമയത്തൊക്കെയാണ് ഞാനും ഇപ്പം എനിക്കുണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞാൽ KG ജോർജ് സാറ് എൻ്റെ നാട്ടുകാരനാണ്. അപ്പം ജോർജ് സാറിൻ്റെ സിനിമകൾ എൻ്റെ നാട്ടിൽ നിന്നൊരു ഫിലിം മേക്കർ ഉണ്ടായി എന്ന് പറയുന്നത് ഇങ്ങനെ സിനിമ കണ്ടു നടക്കുന്ന, സിനിമയെ ഭ്രാന്തി പിടിച്ച് നടക്കുന്നൊരു ചെറുപ്പക്കാരന് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പം എനിക്കൊന്ന് സ്വപ്നാടനമൊക്കെ ഞാൻ കാണുന്നത് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെങ്കിൽ ഞാനിത് എൻ്റെ അങ്ങ് സ്വന്തമാക്കുക. കാരണം നമ്മുടെ ഒരു പ്രാദേശികമായ നമ്മുടെ ഒരു വികാരം എന്നൊക്കെ പറയുന്ന പോലൊക്കെ. പിന്നീടാണ് കവിയൂർ ശിവപ്രസാദ്, അപ്പം ജോർജ് സാറ് പുന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാനൊന്ന് ഫോക്കസ് ചെയ്തൊക്കെ നോക്കി. പക്ഷേ എനിക്ക് 1-2 പ്രാവശ്യം ടെസ്റ്റ് എഴുതിയെങ്കിലും എനിക്ക് അഡ്മിഷനൊന്നും കിട്ടിയില്ല. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കിട്ടി, ഇൻ്റർവ്യൂവിനൊക്കെ പോയിരുന്നു. പക്ഷേ എനിക്ക് ആക്ടിങ് കോഴ്സിനാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അന്നും വളരെ ജാടയോടുകൂടി അഹങ്കാരത്തോടുകൂടി അഭിനയം ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സിനിമാറ്റോഗ്രാഫി ആയിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ അവസരം കളഞ്ഞ് പിന്നീടാണ് അറിയുന്നത് രജനീകാന്തും ശ്രീനിവാസനും ഒക്കെ ഈ ആക്ടിങ് കോഴ്സൊക്കെ കഴിയുകയും അല്ലെങ്കിൽ അത് തുടങ്ങിയാൽ അത് ഇവിടുന്ന് വേറെ ഷിഫ്റ്റ് ചെയ്യാമെന്നൊക്കെ അറിയുന്നത് പിന്നീടായിരുന്നു. 18 വർഷം ഉള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എനിക്കങ്ങനെ മടുപ്പൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വളരെ ചെറിയ പൈസയ്ക്കാണല്ലോ ഇതിൻ്റെ ശമ്പളം. ഇപ്പോഴത്തെ പോലെ ആ ഗ്ലാമർ, ശരിയാണ്, പത്മരാജൻ്റെ സഹായി എന്ന് പറയുമ്പോൾ നാട്ടിലൊക്കെ വരുമ്പോൾ വലിയ വെയിറ്റൊക്കെയാണ്. പക്ഷേ അന്നോട്ട് ഞാൻ വിചാരിച്ച അദ്ദേഹത്തിൻ്റെ നിഴലായി ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എവിടെ എത്താൻ പറ്റില്ലെന്ന് എനിക്ക് ആ തിരിച്ചറിവുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിനെ പോലെ ഉള്ളൊരു വലിയ ലെജൻഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ. അപ്പം പിന്നെ കുറേ അധികം നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെയും നമ്മുടെ കൂടെ തന്നെ ഒരു പ്രോജക്റ്റായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ട് നമുക്ക് വലിയ ഇൻവോൾവ്മെൻറ്റ്. ലോഹിയേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കും ചെയ്യാനും ഒക്കെ ഉള്ളൊരു പരിശീലനം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ 18 വർഷം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മുഖ്യമായി എനിക്ക് തോന്നിയേ ഞാൻ വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആയിരുന്നു. എനിക്ക് തോന്നുന്നു മീഡിയ എന്നെക്കൊണ്ട് കൂടുതൽ സംസാരിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആദ്യം തീരെ അപ്പം ഈ
കുറച്ച് വായിക്കുകയും കുറേ സിനിമകൾ കാണുകയൊക്കെ ചെയ്തെങ്കിലും ഒരു സിനിമയ്ക്കൊരു തിരക്കഥ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ അധ്വാനമുള്ളൊരു പണിയായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പം ഇതിനൊരു തിരക്കഥ കൃത്യമായിട്ടുണ്ടാവണം എന്നാഗ്രഹിക്കുകയും പിന്നെ ഞാൻ വർക്ക് ഇപ്പം പത്മനാഭൻ സാറിൻ്റെ ആദ്യ സിനിമ, ഭരതൻ സാറിൻ്റെ ആദ്യ സിനിമ, ജോർജ് സാറിൻ്റെ ആദ്യ സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ആദ്യ സിനിമ ഒരു എന്നും ഏറ്റവും നല്ല സിനിമയായി നിൽക്കണമെന്ന് വിചാരിക്കുന്ന പോലെ ഒരു സിനിമ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിൽ അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എഴുതാൻ അറിയാത്തതിൻ്റേതായിട്ടുള്ള ഒരു വലിയ പ്രയാസം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് പോലെ ഞാൻ ലോഹിയേട്ടൻ്റെ അടുത്താണ് ഞാൻ ആദ്യം ചെല്ലുമ്പം തൊട്ട് ഒരു സ്ക്രിപ്റ്റ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവരാരും എഴുതി തരാഞ്ഞത് കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയെന്നുള്ളതാണ് ഒരു ഭാഗ്യം. മമ്മൂട്ടിയാണ് സാറിനെ എഴുതാൻ വേണ്ടി എൻകറേജ് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യം ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എഴുതാനായിട്ട്, ലോഹിതദാസിനെ കൊണ്ട് എഴുതിക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷെ മമ്മൂട്ടിയാണ് എഴുതണം എന്ന് നിർബന്ധമായി പറയുകയും അതിനെ തുടർന്ന് എഴുതുകയും കാഴ്ച എന്നൊരു വളരെ നല്ലൊരു സിനിമ പിറവിയെടുക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. ആ കോണ്ടെക്സ്റ്റ് എന്താണ്? ശരിക്കും ആ സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഞാൻ ജയരാജനോടൊപ്പം 5 സിനിമകളോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അസോസിയേറ്റായിട്ട് ചെയ്യുന്നതും ജയരാജൻ്റെ ഫോർ ദി പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയുടെ അസോസിയേറ്റായിട്ടാണ് ഞാൻ ആ പണി നിർത്തിയത്. അപ്പോൾ ദേശാടനത്തിന് ശേഷം ജയൻ പറയുമായിരുന്നു, ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ന്യൂ ജനറേഷൻ ഫിലിംസിൻ്റെ അടുത്ത സിനിമ നീയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് കിടുങ്ങി. കാരണം ദേശാടനം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് എല്ലാ തരത്തിലും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയൊരു സിനിമയാണ്. അപ്പോൾ ന്യൂ ജനറേഷൻ ഫിലിംസ് വളരെ ഒരു പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനവും അതിൻ്റെ അടുത്ത സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോഴാണ് ഈ അതുവരെ മോഹിച്ച് നടന്ന ഒരാളുടെ ഇത് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ ഇല്ല, അല്ലെങ്കിൽ ഒരു കഥയില്ല, ഒരു തിരക്കഥയില്ല എന്നുള്ളതിനെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ. എനിക്കൊന്ന് ഒരു 2 ദിവസം ഞാൻ തനിച്ചാവുകയും ഒരുപാട് ചിന്തിക്കുക ആലോചിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഒരു പെട്ടെന്നൊരു ചെറിയൊരു നോട്ട് എനിക്ക് ഉണ്ടാകുന്നു. ഒരു വിഷ്വൽ നോട്ടല്ല, ഒരു വിഷ്വലാണ് ഉണ്ടായത്. ഒരു വള്ളത്തിൻ്റെ അറ്റത്ത് ഒരു കൊച്ചുകുട്ടി ഇരിക്കുകയും അവൻ്റെ ദേഹത്തും വെള്ളത്തിലും ഒക്കെ ആയിട്ട് കുറേ വിഷ്വലുകളിങ്ങനെ ഓടി നടക്കുന്ന പോലെയുള്ളൊരു അതെന്നെ ഭയങ്കരമായിട്ട് ഒരു അത്ഭുതപ്പെടുത്തുകയും അത് ആ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിൽ നിന്ന് എന്താ പറയുക പ്രാർത്ഥിച്ചു എന്നാണ് പറയാം. എനിക്കൊരു ആ ഒരു വിഷ്വലിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നലുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ എല്ലാ ജനലിൽ കൂടെ ഞാൻ പുറത്ത് നോക്കുമ്പോഴാണ് അവിടെ ബാബു തിരുവല്ല പ്രൊഡ്യൂസർ, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു 16mm ഫിലിം കാണിക്കുന്നതിൻ്റെ ഒരു ഓഫീസ്, കേരള ഫിലിംസ് എന്ന് പറഞ്ഞൊരു ഓഫീസാണ്. അപ്പോൾ എനിക്കൊന്ന് 3-4 കൊല്ലമായിട്ട് ഞാൻ അവിടെ താമസിക്കുന്ന ഒരാളാണ്. അതുവരെ ഞാൻ ഈ കേരള ഫിലിംസിൻ്റെ ബോർഡ് ശ്രദ്ധിച്ചിട്ടില്ല ഇതിന് ശേഷം. അപ്പോൾ പിന്നീടാണ് ഞാൻ അതിൻ്റെ ഒരു അന്വേഷണത്തിൽ പോയി ഈ കഥ ഇങ്ങനെ രൂപപ്പെടുകയും ഞാൻ ശ്രീനിയേട്ടൻ്റെ അടുത്ത്, അപ്പോൾ ഇതൊരു ചെറിയ കഥയാണല്ലോ, വളരെ ഒരു മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാകത്തിലുള്ളൊരു കഥയൊന്നുമല്ല. ചിലപ്പം നമ്മൾ വിചാരിക്കും അദ്ദേഹം ഒരു മിസ്കാസ്റ്റിംഗ് ആകുമോ എന്ന് വരെ തോന്നാവുന്ന രീതിയിലാണ് വേണമെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കാരണം തോന്നുക. അപ്പം ശ്രീനിയേട്ടൻ്റെ അടുത്താണ് ഞാൻ ജയരാജൻ്റെ അടുത്ത് ആദ്യം ഈ കഥ പറഞ്ഞു. കളിയാട്ടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ചെന്ന് പറയുന്നത്. അപ്പം ജയരാജന് അത്രയധികം അതിനോട്, കാരണം ഈ 2 പേരുടെ ഇതെങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഭാഷ 2 ഭാഷയിൽ എന്നൊക്കെ പറയുന്നത്, പിന്നെ ഈ സിനിമ ഇതൊക്കെ ഒരു റിപ്പീറ്റഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിരസത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അത്രയധികം തുടക്കത്തിൽ ഒരു താല്പര്യം കാണിച്ചില്ല. പക്ഷേ ഞാൻ ആ സമയത്താണ് ശ്രീനിയേട്ടൻ്റെ അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ശ്രീനിയേട്ടൻ
ആ സമയത്ത് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നമുക്ക് ചെയ്യാം എന്നൊക്കെ. ഞാൻ വിദ്യാരംഭം എന്ന സിനിമയിൽ ജയരാജിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ശ്രീനേട്ടനായിട്ട് കൂടുതൽ പരിചയം ഉണ്ടാകുന്നത്. അപ്പോൾ ശ്രീനേട്ടൻ പിന്നീട് അദ്ദേഹം ഒരുപാട് തിരക്കിലാവുകയും ഇതിനൊരു സിനിമ ചെയ്യാമെന്നുള്ളൊരു നിർമ്മിക്കാൻ ചില ആൾക്കാർ മുന്നോട്ട് വന്ന സമയത്താണ് ഞാൻ വീണ്ടും ഒരു 1.5 വർഷത്തിന് ശേഷം വീണ്ടും ശ്രീനേട്ടനെ കാണുമ്പോഴാണ് ഉദയനാണ് താരത്തിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. അപ്പോൾ ശ്രീനേട്ടൻ്റെ അടുത്ത് വീണ്ടും ഞാൻ പല തിരക്കുകൾക്കിടയിൽ അദ്ദേഹം കഥ മറന്നിട്ടൊക്കെ ഉണ്ട്. ഇത് വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ ശ്രീനേട്ടന് എന്നോട് ചോദിച്ചു, സിനിമ പാരഡൈസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ സാമ്യങ്ങളൊക്കെ പോയി. ഞാൻ പറഞ്ഞു അതല്ല ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അകത്തൊരു ഫിലിം ഓപ്പറേറ്ററും ഒരു കുട്ടിയും എന്നുള്ള അല്ലാതെ അതിൻ്റെ കഥയുടെ രീതികളൊക്കെ വേറെയാണെന്ന്. പിന്നെ അപ്പം ഒരു ഭാഷ അറിയാത്ത 2 പേര് തമ്മിൽ ആംഗ്യ ഭാഷയിൽ എത്ര സീൻ എഴുതാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ എനിക്കൊരുപാട് പ്രയാസം ഉണ്ടാകുന്ന തരത്തിലാണ് സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞാൻ നിരാശയോടുകൂടിയാണ് ആ സ്ഥലം വിടുന്നതും. ഇവിടുത്തെ ഒരു വുഡ്ലാൻഡ്സ് ഹോട്ടലിലെ മരിച്ചുപോയ മുരളി നാഗവള്ളി അദ്ദേഹത്തിൻ്റെ റൂമിൽ ഞാൻ വേണുനാഗവള്ളിയോടുകൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ചീഫ് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം രാത്രി കഴിഞ്ഞപ്പോൾ ഒരുപാട് നിരാശയോടുകൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്കൊരു കഥയുണ്ടാവുകയും ആ കഥയ്ക്കൊരു തിരക്കഥ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സീനിയറായിട്ട് ഒരാളുടെ അടുത്ത് പറഞ്ഞ് കേട്ടപ്പോൾ ഇത് ഒട്ടും വർക്കാകുന്നൊരു കാര്യമല്ല എന്ന് എഴുതി തള്ളുന്നൊരവസ്ഥയിൽ നമ്മൾ ഈ പണിയുമായിട്ട് നടക്കുന്നത് തന്നെ വെറുതെ ആയിപ്പോയോ എന്നൊരു തോന്നുന്നു. മറ്റുള്ളവരാൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ അടുത്ത് ഈ കഥ ചോദിച്ചു. ഞാൻ പെട്ടെന്ന് അതിൻ്റെ കഥ ഒരു ചുരുക്കം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്തരം കഥകളാണ് വരേണ്ടത്, ഇതാണ് പുതിയ ആൾക്കാർ കൊണ്ടുവരേണ്ട സിനിമയും കഥയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഇപ്പം വീണ്ടും ഞാൻ ജയരാജൻ്റെ അടുത്ത് ഈ കഥ ഞങ്ങൾ ഒരുപാട് അടുത്ത് ഇടപഴകുന്ന ആൾക്കാർ. അപ്പോഴാണ് ജയരാജ പറഞ്ഞ് മമ്മൂട്ടിയെ പോയി നീ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മൂക്കായിട്ട് പല സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മമ്മൂക്കായ്ക്ക് പറ്റുന്നൊരു ആ സമയത്ത് ക്രോണിക് ബാച്ചിലറും ഹിറ്റ്ലറും ഇങ്ങനെ ഭയങ്കര ഗ്ലാമറായിട്ട് നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ എങ്ങനെ മാധവനാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വലിയൊരു പ്രയാസം, ഒരു കുട്ടനാട്ടുകാരനാക്കുന്നത് എങ്ങനെയാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു. അപ്പം ഞാനും സിയാദ് കോക്കറും സേവി മനമാത്യുവും നൗഷാദും കൂടാണ്. അപ്പോൾ സേവി മനമാത്യുവും നൗഷാദുമാണ് അത് നിർമ്മിക്കാനായിട്ടിരിക്കുന്നത്. സിയാദ് കോക്കർ അവരുടെ സുഹൃത്ത്. അപ്പം സിയാദിക്ക വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വർത്തമാനം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എനിക്കൊട്ടും കഥ പറയാനറിയില്ല, കൺവിൻസിങ് ഇതല്ല എന്നുള്ള സംഭവം വെച്ചിട്ടാണ് ഞാനതിനെ സിയാദിക്ക എടുത്തിട്ട് കഥ പറഞ്ഞത്. അപ്പം പ്രത്യേകിച്ച് മമ്മൂക്ക എടുത്ത് കഥ പറയാൻ വേണ്ടി കൂടാണ് സിയാദിക്ക വരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് മമ്മൂക്ക എടുത്ത് സിയാദിക്ക പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ മമ്മൂക്ക എടുത്ത് കുറേ നൊമ്പരത്തിപ്പ് തൊട്ട് ഞാൻ പത്മനാഭൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തും ലോഹിയേട്ടൻ്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ അറിയാം. അപ്പം സിയാദിക്ക പറഞ്ഞു തുടങ്ങിയപ്പം ഇല്ല അവൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ടൊരു മൂലക്കേക്ക് മാറിയിരുന്നു. എനിക്കൊന്ന് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഈ കേരള സാറിൻ്റെ ഏതോ CBI ഡയറക്ടറുപ്പിൻ്റെ ഏതോ ഒരു ഭാഗമാണ്. എനിക്കൊന്ന് അതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ഷോട്ടിനൊക്കെ വിളിച്ചു. പുള്ളി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്ക് ചെയ്തു. എനിക്കൊരു 1 മണിക്കൂറിന് മേലെ 1.5 മണിക്കൂറോളം ഇരുന്ന് ഒറ്റ ഇരുപ്പിന് കഥ കേട്ടു. ഞാൻ എങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കഥ കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചെയ്ത് ആരെഴുതും. അപ്പോൾ എനിക്കറിയില്ല ഇവിടെ കൊണ്ട് ഇത് ചിലപ്പോൾ പാസ്സാകാതെ പോകും ഇത് എഴുതുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ലോഹിയേട്ടൻ. അപ്പം ഞാൻ ലോഹിയേട്ടൻ്റെ കൂടെയാണ് ലാസ്റ്റ് വർക്ക്. ലോഹിയേട്ടനെ കൊണ്ട് എഴുതിക്കാം, ലോഹിയേട്ടൻ എഴുതാമെന്നൊക്കെ പറഞ്ഞു. ലോഹി എഴുതിയാൽ ശരിയാകത്തില്ല, കാരണം ലോഹിയുടെ അങ്ങനത്തെ ഒരു ഡ്രാമയല്ല ഈ സിനിമയ്ക്ക്. അപ്പോൾ ഞാൻ ആ സമയത്ത് കേട്ടിട്ടുണ്ട് ഈ സക്രിയയുമായിട്ടൊക്കെ ഇദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അന്നേരം സക്രിയ അടുത്ത് ഞാൻ ഈ സൂചിപ്പിച്ചിട്ടുണ്ട്, സേവിയുടെ സുഹൃത്തായിരുന്നു. ഞാൻ പറഞ്ഞു ഈ സക്രിയ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലില്ല. അപ്പോൾ ഇങ്ങനെ പല ആൾക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞു നിനക്കങ്ങ് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല,
ഒരു ഇതുപോലും ഇങ്ങനെ കഥ ഇങ്ങനെ മനസ്സിലുണ്ടായി. അത് കുഴപ്പമില്ല, ഇപ്പം ഇങ്ങനെ പറഞ്ഞ പോലെ അങ്ങ് എഴുതിയാൽ മതി, കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഒരുപാട് പേരുടെ അന്വേഷിച്ച്, അനന്തപത്മനാഭൻ്റെ അടുത്ത് ചോദിച്ചു, ഗിരീഷ് കുമാറിൻ്റെ അടുത്ത് ചോദിച്ചു, PF മാത്യൂസിൻ്റെ അടുത്ത് ചോദിച്ചു. ഭാഗ്യം എല്ലാവരും ഭയങ്കര തിരക്കായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറല്ലേ ചോദിക്കുന്നത്. ഇപ്പോഴും ഞാനൊരു എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് ആൾക്കാർ വരുമായിരിക്കും. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇങ്ങനെ ഒരു കഥ കൊടുത്തിട്ടൊന്നും തിരക്കഥ എഴുതി തരാമെന്ന് ചോദിക്കും. ചെറിയ ആൾക്കാർ, ഒരു ആ സമയത്ത് വലിയ ആൾക്കാരായിട്ടുണ്ടല്ല. ഭാഗ്യം കൊണ്ട് ഇവർക്ക് ആർക്കും എന്തെങ്കിലും സീരിയൽസോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് എനിക്കാണെങ്കിൽ നമുക്ക് ഡേറ്റും തന്നു, ഇത് സ്ക്രിപ്റ്റും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര ഒരു ആദ്യമല്ലേ, നമ്മുടെ എന്ത് ഷൂട്ട് ചെയ്യും, നമുക്ക് കഥ പറഞ്ഞു, അദ്ദേഹം ഡേറ്റ് തന്നു. മമ്മൂട്ടിയുടെ ഡേറ്റ് ആദ്യ സിനിമയ്ക്ക് കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പെട്ടെന്നൊരു ദിവസം വീടിന്, അപ്പം വീട്ടിലങ്ങനെ ഇരുന്ന് എഴുതാൻ പറ്റുന്നൊരു സാഹചര്യങ്ങളൊന്നുമില്ല. കൊച്ചുകുട്ടികൾ, അങ്ങനെ പ്രത്യേകമായ മുറികളൊന്നുമില്ല. അവിടെ ഗസ്റ്റ് ഹൗസിൽ ഒരു മുറിയെടുത്ത് ഒരു ഉച്ച സമയം, ഈ സമയം ഇതുപോലെ ഒരു സമയത്ത് എനിക്കൊന്നൊരു 5 ദിവസം കൊണ്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് എഴുതി കഴിഞ്ഞു. അപ്പം പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന സഹായികളായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ വിളിച്ച് അവരുടെ അടുത്ത് വായിക്കാൻ പറഞ്ഞപ്പോൾ അവർക്കെല്ലാം ഭയങ്കര രസകരമായി തോന്നി. അപ്പോൾ അവർ പുറത്തിരിക്കും, ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്തിരിക്കും, ഞാൻ എഴുതും. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് എഴുതി കഴിഞ്ഞാൽ അവരെ വായിച്ച് കേൾപ്പിച്ചാൽ എനിക്കിത് കുഴപ്പമുണ്ടോ കൊള്ളാമോ എന്നൊക്കെ ഞാൻ അറിയത്തുള്ളൂ. അങ്ങനെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ എഴുതി തീർത്ത കാഴ്ച. പിന്നെ മമ്മൂക്കായെ ഞാൻ കൊണ്ടുവന്നു, മമ്മൂക്ക എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വായിച്ചു. എനിക്കൊന്ന് 1 സീനോ 2 സീനോ ഞാൻ വായിച്ചുള്ളൂ. അപ്പോൾ പറഞ്ഞു ഇവിടെ വച്ചേരും, ഞാൻ വായിച്ചോളാം എന്ന് പറഞ്ഞു. വെച്ചിട്ട് പിന്നീട് അത് സിനിമ ഇറങ്ങി, പുസ്തകം 50-ാം ദിവസം പുസ്തകമായിട്ട് ഒലിവ് ബുക്സ് ഇറക്കിയപ്പോൾ മമ്മൂക്ക ആ ചടങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മമ്മൂക്ക പറഞ്ഞത്, ഞാൻ ഇതുവരെ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, കാരണം ആദ്യത്തെ 2-3 സീനുകൾ കൊണ്ട് തന്നെ എനിക്ക് അത് നന്നാകുമെന്ന് തോന്നിയത്. അത് കാഴ്ച എഴുതാൻ പറ്റിയത് തന്നെയാണ് പിന്നീട് സിനിമയൊക്കെ എഴുതാൻ പറ്റിയത്. ഗുരുസ്ഥാനത്ത് ആരെയാണ് കാണുന്നത് മനസ്സിൽ? സംശയമില്ലാത്ത കാര്യമല്ലേ പത്മനാഭൻ സാറിന്. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യനാണ്. ഒരുപാട് പേരോട് ഞാനത് പറയും, ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറയാറുണ്ട്. അപ്പം നമ്മൾ ഒരു സിനിമയെ കാണുമ്പം, ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞ് സാറിന് മോശം ഉണ്ടാവില്ല എന്നാണ്. സാറിൻ്റെ ശിഷ്യനെന്ന് പറഞ്ഞിട്ട് സാറിന് നാണക്കേടുണ്ടാകുന്ന തരത്തിൽ ഒരു സിനിമ, അല്ലെങ്കിൽ ഞാനങ്ങനെ വേറെ ഒന്നും ചിന്തിക്കാറില്ല. ഗുരുവിന് ദോഷം ഉണ്ടാകാൻ പാടില്ല. ഇത്രയും പത്മരാജനെ പോലെ ഒരു മനുഷ്യൻ്റെ കൂടെ ജോലി ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്നൊരാൾ പറയാൻ പാടില്ല എന്നുള്ളത്. സാറിന് ഒരു മോശം പേരുണ്ടാകരുതെന്നാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന എൻ്റെ കാഴ്ചയെന്ന് പറയുന്നത്. പിന്നീട് ഞാൻ അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്തിട്ടുള്ളതും ഞാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള മാനസിക ബന്ധങ്ങൾ വലിയതാണ്. ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോഴല്ലേ ഞാൻ പുള്ളിയോട് ചെല്ലുന്നത്. 23 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ ചെല്ലുന്നത്. അതിനു മുമ്പ് ഞാനും സാറും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്, അപ്പം നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന സമയമായതുകൊണ്ട് ഇതായുടെ വരെയും വാടകയ്ക്കൊരു ഹൃദയമോ നക്ഷത്രങ്ങളെ കാവലോ ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ആ കാലത്ത്. പിന്നീട് നമ്മൾ പെരുവഴിയമ്പലം, ഒരിടത്തൊരു ഫയൽമാൻ, ഇങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള, പിന്നെ അതിനു മുമ്പ് തകര മറ്റ് ഉള്ള എഴുത്തുകൾ. അപ്പം കൂടവിടെ എന്നൊരു സിനിമയ്ക്ക് ശേഷം, അപ്പോൾ കൂടവിടെ വളരെ കൊമേഴ്സ്യലി ഭയങ്കര ഹിറ്റായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയുടെ രീതികളിൽ നിന്ന് കുറച്ചും കൂടെ കൊമേഴ്സ്യൽ ട്രാക്കിലൂടെ വന്നു ഒരു സിനിമയുടെയാണ്. അപ്പോൾ അന്നത്തെ കുറുവസ്വാമയം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ ബാല്യത്തിന് അത് അത്ര സമ്മതിക്കുന്ന കാര്യമായിരുന്നില്ല. അപ്പം ഞാൻ കൈകൈ എന്നൊരു സിനിമ IV ശശിക്ക് വേണ്ടി അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സിനിമ കാണാൻ ചാനാശ്ശേരി അപ്സര തിയേറ്ററിൽ
എനിക്ക് പോകുന്ന സമയത്താണ് ചനശ്ശേരി ബസ് സ്റ്റാൻഡിൽ വലിയൊരു പെട്ടിയൊക്കെ ആയിട്ട് അദ്ദേഹം നിൽക്കുന്നു. അപ്പം ഞങ്ങൾ 1-2 ചെറുപ്പക്കാർ ചെന്ന് അദ്ദേഹത്തിനെ ഭയങ്കരമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ നിങ്ങളെപ്പോലൊരു ഫിലിം മേക്കറൊക്കെ ഇങ്ങനെ നമ്മുടെയൊക്കെ ഇങ്ങനെ ആ സമയത്തെ ഒരു ബുദ്ധിജീവി ജാടയിലുള്ള കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നീടാണ് 86 ഞാൻ സാറിൻ്റെ കൂടെ ചെയ്യുന്നത്. ആ സമയത്ത് ഉടനെ അല്ലെങ്കിലും കുറച്ച് പഴക്കം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് ഞാനിങ്ങനെ ചനശ്ശേരി വെച്ച് സാറിനെ കണ്ട് കുറേ ചീത്ത വിളിച്ചു. അത് നീ ആയിരുന്നു എന്ന് ചോദിച്ചു. എന്നാൽ പുള്ളിക്ക് അത് ഓർത്തിട്ടുണ്ട്. കാരണം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു സീരിയസ് ഫിലിം മേക്കറിൽ നിന്ന് ഒരു കൊമേഴ്സ്യൽ സിനിമയിലേക്കുള്ളൊരു മാറ്റത്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഒരുപാട് നമുക്ക് ഈ എന്താ പറയുക വായിക്കാൻ പറ്റുന്നുള്ള ആ സമയത്ത് വായിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനോട് ഒപ്പം നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒരുപാട് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ 7 സിനിമ, എനിക്കൊന്നും അത്രയും ആരുടെ കൂടെ ചെയ്തിട്ടില്ലെന്ന്, 7 സിനിമ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തതാണ്. പത്മരാജൻ സിനിമകൾ ഏതൊക്കെയായിരിക്കും? എനിക്ക് ഏറ്റവും ഒരുപാട് ചർച്ചകൾ നടക്കുന്ന വിഷയമാണ്. എനിക്ക് ഒരിടത്തൊരു ഫയൽമാനാണ് ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ള. അങ്ങനെ പറയുമ്പോൾ കൂടെ ഞാൻ വർക്ക് ചെയ്തത് നമുക്ക് ഓർക്കാൻ മുന്തിരിത്തോപ്പുകൾ, നൊമ്പരത്തിപ്പൂവ്, മൂന്നാം പക്കം, അപരൻ, തൂവാനത്തുമ്പികൾ, സീസൺ, ഇന്നലെ, അങ്ങനെ 7 സിനിമയാണ്. ഈ ആവശ്യത്തിലധികം ഹൈപ്പിൽ പോയൊരു സിനിമയാണ് തൂവാനത്തുമ്പികൾ എന്ന് ഇപ്പോൾ ഒരു റീഡിംഗ് ഉണ്ട്. 90s വളരെയധികം ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണിത്. പിന്നീട് പക്ഷെ ഇപ്പോൾ അതിനെ വേറെ രീതിയിൽ കാണുകയും അത് കുറച്ചൊരു ഓവർട്ട്ലി ഹൈപ്ഡ് ആയിരുന്നു എന്നുള്ളൊരു റീഡിംഗ് ഇപ്പോൾ ഉണ്ട്. അല്ല, ഈ ഉദകപ്പോള എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ് അതിൻ്റെ അകത്തെ ഒരു ചെറിയൊരു സൈഡ് ക്യാരക്ടറാണ് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ. അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ ഞാൻ ഇതിനെ കൂടെ നിൽക്കുമ്പം ഞാൻ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്. ഞാൻ അന്നൊന്നും ആരും ചോദിക്കുന്നില്ല പുസ്തകത്തിൽ ഇത് അങ്ങനെ തന്നെയല്ലല്ലോ സിനിമ എന്നൊന്നും ചോദിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ. അപ്പോൾ ഇതൊരു ഫിലിം മേക്കറിൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കുറേ കാര്യങ്ങളാണുള്ളത്. അപ്പം ഞാൻ അന്ന് തൊട്ടേ ഇത് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സാറിൻ്റെ ഒരുപാട് ഇപ്പം കൂടവിടെ തൊട്ട് ഇല്ലിക്കാടുകൾ പൂത്തപ്പോൾ എന്ന് പറഞ്ഞ ഇത് ഒരു വാസന്തിയുടെ ഒരു കഥ എഴുതാണ്. മറ്റേ സുധാകരൻ്റെ നമുക്ക് ഗ്രാമങ്ങളിൽ പോയി പാർക്കാന്ന് പറഞ്ഞ കഥയിൽ നിന്നാണ് നമുക്ക് ഓർക്കാൻ പറ്റുന്നത്. അപ്പം ഈ തൂവാനത്തുമ്പികൾ അക്കാലത്ത് എനിക്ക് തോന്നുന്നില്ല അന്ന് അതൊരു ഹിറ്റ് സിനിമയായിരുന്നില്ല. അത്രയധികം ആവറേജായിട്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ടിട്ട് പോയ ഒരു സിനിമയും കൂടിയായിരുന്നു. പിന്നീടാണ് ആ സിനിമയും ക്ലാരയും ഒക്കെ മഴയും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ തന്നെ ചിലപ്പം വിചാരിക്കുന്നുണ്ട് ഈ മഴയൊക്കെ ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിടിച്ച പ്രാന്താണോ എന്ന് തോന്നും. ഞാനും അങ്ങനെയല്ല, നമ്മുടെ ചുറ്റുപാടുകളെ കോർക്കുക എന്ന് പറയുന്നതാണ് ഒരു എഴുത്തുകാരൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അത് എനിക്ക് ഞാൻ അവകാശപ്പെട്ട് പറയുന്നല്ല. ഇപ്പം ഒരു ബട്ടർഫ്ലൈ വരുന്നു, ഇങ്ങനെ ഇപ്പം ഈ ഒരാട് മറ്റാടുകളെ വിളിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ തൊട്ടൊരു ചില ആത്മീയ തലങ്ങളുണ്ടല്ലോ ചുറ്റുപാടുകളുടെ, അത് ഭയങ്കരമായി സാർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ക്ലാരയെക്കുറിച്ച് ഓർക്കുമ്പോൾ മഴയുണ്ടാകുന്നു എന്ന് പറയുന്നത് അതെനിക്ക് ഞാൻ പ്രണയം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ അറിയാതെ തോന്നും, അയ്യോ ഇങ്ങനെ അതായത് ഇവർ അച്യുതമേനോനും ഗ്രേസും കൂടെ ഹോസ്പിറ്റൽ ഒരുമിച്ച് കാണുന്ന സമയത്ത് പുറത്ത് മഴ പെയ്യുന്നു, അത് മഴയെക്കുറിച്ച് പറയും. അപ്പോൾ അങ്ങനെ ഈ പ്രകൃതിയെ നന്നായിട്ട് ഉപയോഗിച്ച ഒരു സിനിമ കൂടെയാണ് ഇത്. പലപ്പോഴും എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളൊക്കെ കാലത്തിന് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് അതിനെ ഏത് രീതിയിലൊക്കെ കാണുന്നു എന്നുള്ളത് ചിലപ്പോൾ
അദ്ദേഹം പോലും ചിന്തിക്കാതെ ചെയ്തിട്ടുള്ളതാവാം. വെരി ബിഗിനിങ് ആണെന്ന് ഞാനങ്ങനെ പറയത്തില്ല. കാരണം മിക്കവാറും എല്ലാ സിനിമ തുടങ്ങുന്നതിന് മുമ്പും ഈ വിക്രമുമായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടാകുമ്പോൾ നമുക്കിപ്പം തന്മാത്ര തന്നെ ഇത് ചെയ്യുമ്പം ഞാൻ ആ ക്യാരക്ടർ ചെയ്യാം എന്ന് അദ്ദേഹം പറയും. പക്ഷേ ഞാൻ ഓൾറെഡി ലാലേട്ടനായിട്ട് സംസാരിച്ചാണ്. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി ഒന്ന് ശരീരം മെലിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നു. അപ്പം 2 പ്രാവശ്യമൊക്കെ അങ്ങനെ രീതിയിൽ പോകുകയെന്ന് പറയുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വേഗമായിട്ടുള്ള ചില സംസാരങ്ങളുണ്ടായിട്ടൊന്നുള്ളൂ. പക്ഷേ നമ്മൾ സീരിയസ് ആയിട്ടൊരു മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ മലയാളം അല്ലാതെ എന്നൊക്കെ എന്താ ചെയ്തൊരു വലിയൊരു ബഡ്ജറ്റുള്ളൊരു സിനിമയാണല്ലോ. മലയാളത്തിനത് അന്നത്തെ കാലത്ത് താങ്ങാൻ പറ്റുന്നതും ചിന്തിക്കുമ്പം പറ്റുന്നതായിരുന്നില്ല. ഇന്ന് പറ്റുമെങ്കിൽ പോലും. അപ്പം പക്ഷേങ്കിൽ നമ്മളൊരു മലയാളത്തിൽ തന്നെ ഇത് ചെയ്യുന്നു എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ പൃഥ്വിരാജ് തന്നെയായിരുന്നു, മറ്റാരും ഉണ്ടായിരുന്നില്ല. സാറ് പൃഥ്വിരാജിനോട് പറഞ്ഞതായിട്ട് ഇങ്ങനെ എവിടെയോ വായിച്ചു, പൃഥ്വിരാജിന്റെ കണ്ണുകളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അതാണ് മാറ്റിവെക്കേണ്ട ഒരു ഘടകമെന്ന് പൃഥ്വിരാജിനോട് പറഞ്ഞുവെന്ന്. രാജുവിനെ സംബന്ധിച്ചിടത്തോളം, പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം വളരെ നോളജുള്ള ഒരാളാണ്, വളരെ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. ചിലർ പറയും അഹങ്കാരിയാന്ന് പറയും അല്ലേ. അപ്പം അതിൻ്റെ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അറിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാത്തിനും അതിൻ്റെ വലിയൊരു എനർജിയുണ്ട്. അപ്പം രാജുവിൻ്റെ ഒരു എനർജിയും എൻ്റെ എനർജിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ലേ പ്രസൻറ്റേഷനിലൊക്കെ. അപ്പം നമ്മൾ ഇത് എല്ലാ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പം ഇവരുടെ ഒരു കോമൺ ഫാക്ടർ നമ്മൾ മനസ്സിലാക്കുകയും അതിനെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ശരീരത്തിന് വണ്ണം കുറയ്ക്കാൻ പറ്റും, താടിയും മുടിയും വളർത്താൻ പറ്റും, കണ്ണിന് എന്ത് ചെയ്യാൻ പറ്റും, ലെൻസ് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം കണ്ണിലാണല്ലോ നമുക്കെപ്പോഴും ഒരാളുടെ പവർ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഈ തുടക്ക സീനുകളിലൊക്കെ എന്ന് പറയുമ്പം പിന്നീട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം കൊണ്ടും ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് അതിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ തുടക്കത്തിലൊരു മണലുവാരുകാരനായിട്ടുള്ള നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇത്രയും എനർജി നമുക്ക് വേണ്ടെന്ന് നമ്മൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ നമ്മൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ അതിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല മറ്റേ ഇബ്രാഹിം ഖാദരി, ഹക്കീം, ഇവർക്കൊക്കെ ഓരോ സീനിലും ഇത് ഡിറ്റോറേറ്റ് ചെയ്യുന്ന എനർജി ലെവൽ നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുമായിരുന്നു. ഈ സീനിന് ഇത്രയും ഇതാണെങ്കിൽ അടുത്ത സീനിന് ഇതാ. അപ്പോൾ ഇതിൻ്റെ അനുസരിച്ച് നമ്മുടെ ഫ്രെയിംസിൽ നമ്മൾ വ്യത്യാസം വരുത്തുമായിരുന്നു. ഇതിൽ തന്നെ ഒരു ഷോർട്ട് ബെന്യാമിൻ പറയുന്നു, ഇതൊരു ഷോർട്ട് ചിത്രീകരിച്ചു, സാറ് പറയുന്ന ചിത്രീകരിച്ചില്ല, ആടുമായിട്ടുണ്ട്. അതെന്താ ആക്ച്വലി? അല്ല, ആക്ച്വലി ആ ഒരു സീനിനെ കുറിച്ചും സീക്വൻസിനെ കുറിച്ച് നമ്മൾക്ക് ഒരുപാട് ഞങ്ങളുടെ ഇൻറ്റേർണലി ഒരുപാട് ഡിസ്കഷൻസ് നടന്നിരുന്നു. അപ്പം എൻ്റെ വെരി ബിഗിനിങ് ഇറ്റ്സെൽഫ് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ. ഒരു സിനിമയിൽ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത്തരം ഒരു രംഗം ചിത്രീകരിക്കുന്നതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അത് സിനിമയിൽ ചിത്രീകരിക്കുന്നതിൻ്റെ പ്രയാസമല്ല, പക്ഷെങ്കിൽ ഒരു മാസ് എന്നെ കാണുന്ന ഒരിക്കലും ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നജീബിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ മാനസിക തലത്തിലൂടെ പോകുന്ന ഒരാളാണ് സിനിമയിലെ നജീബ്. അപ്പം അദ്ദേഹത്തിൻ്റെ നാടും വീടും ഒക്കെ ആയിട്ട് അത്രയധികം മനസ്സുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു 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 മെയിലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു 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 എന്താ പറയുക കാമം, ത്വര ഒക്കെ ഒരു മൃഗവുമായി ബന്ധപ്പെടുന്നതിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അയാളിലുണ്ടാകുന്ന ചില വൈകൃതങ്ങളും കൂടെ ഉണ്ടാവാം എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആ രീതിയിലേക്ക് പോകുമ്പോൾ പിന്നീടുള്ള ഉണ്ടാകുന്ന ഇത് പുസ്തകത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാപ്റ്റർ വേറെയാണ്. ഇതിൻ്റെ മാനസികാവസ്ഥ തുടർച്ചയില്ല.
നമ്മളത് ഇപ്പം അദ്ദേഹം ഒരു ആടുമായി ഇണചേർന്നു എന്ന് എഴുതുകയോ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ എഴുതിയിട്ട് അടുത്ത ചാപ്റ്ററിൽ അയാൾ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് പറയാം ഇത് നമ്മളെ ഭരിക്കുകയോ നമ്മൾ അയാളെ കൊണ്ടുവന്നു. സിനിമയിൽ അങ്ങനെ ഒരു രംഗത്തിന് ശേഷം അയാളുടെ കുറ്റബോധം കാണാം, അല്ലെങ്കിൽ അയാളുടെ പ്ലഷർ കാണാം, പലത് കാണാം അല്ലേ. അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഈ സിനിമയ്ക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, പുസ്തകത്തിന് ആ കണ്ടിന്യൂറ്റി ഇമോഷണൽ കണ്ടിന്യൂറ്റി ഇല്ല എന്നാണ് ആ തിരിച്ചറിവ് ആദ്യം തൊട്ടേ ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ഇമോഷൻസിനെ ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും പോയിരുന്നില്ല. കാരണം സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ആ സിനിമയിലൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അയാളിൽ കൂടെ കടന്നു പോകുന്നതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് അയാൾ ആടുകളോട് ശങ്കരാടി എന്നും EMS എന്നും മോഹൻലാലെന്നും വിളിച്ച് വർത്തമാനം പറയുമ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, അയാൾ അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ എന്തൊരു വൃത്തികേടായിരിക്കും. പക്ഷേങ്കിൽ ഇയാൾക്ക് ആടുകളുമായിട്ടുള്ളൊരു അടുപ്പവും ബന്ധവും ആവശ്യമുണ്ട്. അതിന് ഏറ്റവും ഒരു സർഗാത്മകമായ ഒരു ആവിഷ്കാരമാണ് ഒരാട് ഇയാളുടെ വിഷമഘട്ടത്തിൽ അയാളോട് വന്ന് പറയുന്നതും കരയുന്നതും ആ ആട് കരഞ്ഞ് മറ്റാടുകൾ. അപ്പം അത് നമ്മൾ ചില കാര്യങ്ങളിൽ ഉള്ള ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രംഗം ചിത്രീകരിക്കുകയോ എന്നതിനെക്കുറിച്ച് അങ്ങനെ ചിത്രീകരിക്കണമെന്നൊക്കെ പറഞ്ഞ ഡിസ്കഷൻസ് വന്നെങ്കിൽ പോലും എൻ്റെ തുടക്കം മുതലേ എനിക്ക് നജീബിനെ അങ്ങനെ ഒരാളായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അറിയപ്പെടുന്ന പുസ്തകം സിനിമയാക്കുമ്പോൾ ഡയറക്ടർ ആ ക്രിയേറ്റീവ് ലിബർട്ടി എവിടെ? ബുക്കിനോട് ഒറിജിനൽ ബുക്ക് അതിനോടൊരു ഇത് ചെയ്യാൻ വേണ്ടത് ഡയറക്ടർക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി വരും. അല്ല, നമ്മൾ മുന്നേ പറഞ്ഞതിലൊക്കെ അതിൻ്റെ അംശങ്ങളുണ്ട്. ഒരു പുസ്തകം സിനിമയാക്കുമ്പോൾ പുസ്തകം അതേപടി ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് കരുതുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പുസ്തകത്തിനെ പുസ്തകമായിട്ടും അതിൻ്റെ വായനയുമായിട്ടും സിനിമയുടെ കാഴ്ചയായിട്ടും കാണാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന എന്തിനാ, നമ്മൾ കാണുന്ന സിനിമ ഒരേ ഇപ്പം മഹാഭാരതം എന്ന് പറയുന്നത് എത്ര തവണ നമുക്ക് എത്ര പേർക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ നമ്മളതിൻ്റെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല, അല്ലെ മുഴുവൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പം പുസ്തകം നമ്മുടെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ പുസ്തകം ഇത് സാധാരണ രീതിയിൽ പിന്നേക്കാൾ കൂടുതൽ വായിക്കപ്പെട്ടിട്ടു ഉള്ളതുകൊണ്ടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇതിന് ഈ പ്രശ്നം വരുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എത്രയോ പുസ്തകങ്ങൾ നമ്മൾ സിനിമയാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും പോലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈവൻ പത്മനാഭൻ സാറിൻ്റെ തന്നെ എത്രയോ സിനിമകളിൽ അപ്പം ഞാനിപ്പോൾ ഓർമ്മ എന്ന് പറഞ്ഞ കഥയിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തിട്ടാണ് തന്മാത്ര ചെയ്യുന്നത്. അപ്പോൾ ഓർമ്മയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ചേച്ചിയും പപ്പനും പറഞ്ഞത് സാറിൻ്റെ കഥയുടെ പേര് പോലും സാറിൻ്റെ കഥ വെക്കണ്ടെന്ന് പറഞ്ഞു, ഇൻസ്പയർ ചെയ്തെന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഈ നമ്മൾ കൃത്യം അത് തന്നെ ഇപ്പം നജീബ് ഷുക്കൂർ എന്ന് പറഞ്ഞാൽ നജീബ് ജീവിച്ചത് അങ്ങനെ തന്നെയാണ് ആ പുസ്തകത്തിലുണ്ടെന്ന് വിചാരിക്കുന്നത് എന്തൊരു മണ്ടത്തരമാണ്. ഇപ്പം ഈ ഹക്കീമിനെ കുറിച്ച് അന്വേഷിച്ച് കിടക്കുക, അതൊരു ഫിക്ഷനാണോ എന്നുള്ളത് അറിയുന്നില്ല. അപ്പം ഇതിനകത്ത് ഇപ്പം ഇബ്രാഹിം ഖാദിരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളല്ല, ഒരു ഹിന്ദിക്കാരനാണ് ശരിക്കുമുള്ള ഷുക്കൂറിനെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലല്ലോ. പുസ്തകം അയാളുടെ ഒരു ഹിസ്റ്ററി എഴുതുക എന്നുള്ളതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. പുസ്തകത്തെ പുസ്തകമായിട്ട് കാണുക, സിനിമയെ ആ രീതിയിൽ ആസ്വദിക്കപ്പെടുമ്പോഴാണ്. പുസ്തകം അതേ രീതിയിൽ ചെയ്തിട്ടുള്ള സിനിമകൾ പലതും പരാജയമാണ്. വേൾഡ് ക്ലാസിക്കുകൾ ഉൾപ്പെടെ, മാർക്യൂസിൻ്റെ സിനിമകൾ ഉൾപ്പെടെ. അപ്പം അതിൻ്റെ പ്രശ്നം ഞാൻ ഒരു ഫിലിം മേക്കറിൻ്റേതായിട്ടുള്ള ഒരു സർഗാത്മകമായ ഇടപെടലുകൾ നഷ്ടപ്പെടുക ഈ പുസ്തകത്തിൻ്റെ പുറകെ പോകുമ്പോൾ. അതങ്ങനെ തന്നെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതിനകത്ത് നജീബ് എന്ന് പറഞ്ഞ റിയൽ ക്യാരക്ടറെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് അതും ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം എല്ലാവരും ഈ പുള്ളിയായിട്ട് താഴ്ത്തപ്പെടുകയും ആ പുള്ളിയുടെ കഥ, പുള്ളിയുടെ ലൈഫ് സ്റ്റോറി ആയിട്ട് കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ഇതിനകത്തൊക്കെ ഒരു ഇത് കോൺട്രഡിക്ഷൻസ് ഇല്ലേ? കാരണം ഇതെല്ലാം കാണുമ്പം പുള്ളിക്ക് ഇതാണോ അല്ലെങ്കിൽ
അല്ല അതൊരു ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ ഫോഴ്സ്ഡായിട്ട് ചിലപ്പോൾ സമ്മതിക്കപ്പെടേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ മുമ്പ് സിനിമയുടെ ചിത്രീകരണത്തിന് മുമ്പ് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ അല്പം ചില വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, ഞാൻ എപ്പോഴും കരയുമായിരുന്നു. എനിക്ക് ഒന്നും ഓർക്കുന്നില്ല, ഞാനെല്ലാം എനിക്ക് കരയുമായിരുന്നു. ഞാൻ ചോദിച്ചു, ഈ അർബാബിൻ്റെ കണ്ണുകളിൽ അയാൾ ഇത്രയും ദോഷമായിട്ടൊക്കെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കുക. ഇല്ല, എനിക്ക് ഒന്നും ഓർക്കുന്നില്ല, ഞാൻ കരയുക തന്നെയായിരുന്നു തന്നെയാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ അസുഖം എന്തെങ്കിലും വരും, അപ്പോൾ എന്താ ഉള്ളി എന്തോ ചതച്ച് തലത്തേക്കും തലവേദനയ്ക്കെന്നൊക്കെ. ഇങ്ങനെ എത്രയോ ഇൻഫർമേഷൻസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിനെ ചിലപ്പോൾ ആ സമയത്ത് ഒരു ഡയറക്ടർ എന്നൊക്കെ ഉള്ളൊരു ബഹുമാനം കൊണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കാഞ്ഞായിരിക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അദ്ദേഹത്തിനെ പോർട്രേറ്റ് ചെയ്യുക അല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജിനെ പോലെ സുന്ദരനായ ഒരു മനുഷ്യനെ അല്ലല്ലോ കൊണ്ടുവരേണ്ടി, അല്ലെങ്കിൽ അത്ര ആരോഗ്യമൊക്കെ ഉള്ളത്. അപ്പം അതൊരു ഒരു ബയോഗ്രാഫി മാതിരി ചെയ്യുന്നൊരു വർക്കും അല്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഹാത്മാഗാന്ധിജിയുടെയോ അല്ലെങ്കിൽ മറ്റൊരു ചരിത്ര പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുമ്പം അങ്ങനെ ഒരു കമ്പാരിസൺ വരില്ലേ? അല്ല പലരും ആ രീതിയിൽ കാണുന്നത്. നമ്മളതിനെ അദ്ദേഹത്തിന് മാർക്കറ്റിങ്ങിനെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ ചില കാര്യത്തിൽ നമുക്ക് അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ ഓഡിയോ ലോഞ്ചിന് അദ്ദേഹത്തിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ആൾക്കാരെന്ന് പറയും അയാളുടെ കഥ എടുത്തിട്ട് അയാളെ കൊണ്ടുവന്നില്ലെന്നല്ലേ പറയത്തുള്ളൂ. അത് തിരിച്ചും പറയും. ത്രിശങ്കുവിൻ്റെ അവസ്ഥയാണ്. ഈ രണ്ട് സൂപ്പർ സ്റ്റാർസ് മമ്മൂക്കയും ലാലേട്ടനും അവർ നമ്മുടെ ഈ ഡയറക്ഷൻ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഹൗ ഡിഫറെന്റ് ആർ ദേ, എങ്ങനെയാണ് ഫിലിം മേക്കേഴ്സ് ആർ ഇവരെ അപ്രോച്ച് ചെയ്യുന്നത്? ഞാൻ മമ്മൂക്കായുടെ കൂടെയാണ് രണ്ടുപേരോടും 3 സിനിമകൾ വെച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെയും സ്വഭാവത്തിലും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികളും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രണ്ടുപേരുടെയും ടാലൻറ്റും രണ്ടുപേരുടെ അഭിനയ രീതികളും. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ ഇപ്പം ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അടുത്ത് ഇത് വർക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ ആദ്യ സിനിമയ്ക്കും പളങ്കയും അപ്പം അപ്പോൾ മമ്മൂക്ക പ്രത്യേകിച്ച് ആ കാലത്ത് വലിയ ക്രൗഡിലൊക്കെ വരുമ്പോഴത്തേക്ക് മമ്മൂക്ക ഭയങ്കരമായിട്ട് അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവും, ഭയങ്കര ബഹളമൊക്കെ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആൾക്കാരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക, അവിടെ എന്തോ അറിയാതെ പുള്ളിക്ക് ഒത്തിരി അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. പക്ഷെ ഞാനതൊരു എടത്താപ്പള്ളി പോലുള്ള ഒരു വലിയ ക്രൗഡിൽ പിന്നെ അതിൻ്റെ അപ്പുറം ഇങ്ങനെയൊക്കെ അപ്പം ഒരു പ്രാവശ്യം മമ്മൂക്ക എൻ്റെ അടുത്ത്, നീ എന്താ വിചാരിച്ചത് ഞാൻ മമ്മൂട്ടിയാണ് മാധവനല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മമ്മൂട്ടിയാണോ എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റത്തില്ല, മാധവനായിട്ട് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് മമ്മൂക്കയുടെ ഉള്ള ഒരനുഭവം ആദ്യ സിനിമയിൽ. അപ്പോൾ ആദ്യ സിനിമയിൽ അങ്ങനെ പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പോലും അത് ചിലപ്പോൾ ഈ പറഞ്ഞ ഗുരുത്വം കൊണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ഒരാളിൽ നിന്നാണല്ലോ ഞാൻ വരുന്നതെന്ന്. നമുക്കായിട്ട് വളരെ സ്നേഹത്തോടുകൂടിയുള്ളൊരു ബന്ധമാണല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കും, അത് കൃത്യമായി മനസ്സിലാക്കും. ഈ പറഞ്ഞതിൻ്റെ വീട്ട് നമുക്കാണ് ഞാനിപ്പോൾ ആദ്യമൊക്കെ ഞാൻ വളരെ നമുക്ക് എൻ്റെ അടുത്ത് പറയുന്നത്, നീ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം, ശബ്ദം എടുക്കണം. അന്നൊന്നും ശബ്ദം ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ എന്നാലും അത് ഈ എന്നെ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്കായിക്കത് മനസ്സിലാകും. ഇപ്പം രണ്ടാമത്തെ സിനിമ പളങ്കിൽ വന്നപ്പോൾ തോപ്രാംകുടിയിൽ ഒരു ഭയങ്കര കുത്തനെ ഒരു ഇറക്കത്തിന് അവിടെ കൊണ്ടാണ് ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ വരുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് മമ്മൂക്ക വരുന്നത്. അപ്പം മമ്മൂക്കയുടെ ഒരു ലോറ കാറൊക്കെ പുതിയത് വാങ്ങിച്ചിട്ട് അതൊന്നും അങ്ങോട്ട് പോകത്തൊന്നുമില്ല. ജീപ്പിലൊക്കെ കയറി ഇറങ്ങി ഒക്കെ വേണം, നടന്നൊക്കെ വേണം ഇവിടെ വരാൻ.
അപ്പോൾ നമുക്ക് ഭയങ്കര അവിടുന്ന് ബഹളം കേൾക്കുന്ന ഏതാണ് ഇത് കണ്ട എടുത്ത് മറ്റേ ബഹളം ചീത്തകളിയൊക്കെ കേൾക്കുന്നുണ്ട് ആ ഡയറക്ടർ. അപ്പം സന്തോഷ് തൊണ്ടിയിലും ആണ് ക്യാമറ. അപ്പം സന്തോഷിന് മലയാളം അത് ചെയ്യാത്തത് കൊണ്ട് പുള്ളിക്കൊരു ചെറിയ ഭയമൊക്കെ. ഞാൻ ഷൂട്ട് ചെയ്യാൻ നസ്രിയയെ വെച്ചിട്ടുള്ളൊരു സിനിമ ചെയ്ത് ഞാൻ പറഞ്ഞ് മിണ്ടണ്ട, നമുക്കിതൊന്ന് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് ചീത്തകളി കേൾക്കാമെന്നാണ്. അപ്പം പുറത്ത് ചേച്ചി അടുത്ത് ഫോണിൽ പറഞ്ഞു, ഇത് ഭൂമിയുടെ അറ്റത്തെങ്ങാണ്ട, ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നരകമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ചേച്ചി പിന്നീട് പറഞ്ഞു, എന്തിനാ അയാളുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്നത്, എന്ത് വഴക്കുണ്ടാക്കിയാലും അയാൾ വിചാരിക്കുന്നതിൻ്റെ വീട്ടിലേ ചെയ്യത്തുള്ളൂ, പിന്നെ എന്തിനാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്നേഹത്തിലുള്ള വഴക്കുകളും കാര്യങ്ങളുമൊക്കെ നടക്കും. പക്ഷെങ്കിൽ നമ്മളെ മമ്മൂക്കായെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കായെ കൃത്യമായി കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. മമ്മൂക്കായ്ക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും, പക്ഷെ അത് കൃത്യമായി ഉത്തരം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കായ വളരെ കംഫർട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് ഇപ്പം ഭ്രമരം എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ, നെല്ലിയാമ്പതിയുടെ അങ്ങ് അടുത്ത് പോയി ഒരു ലൊക്കേഷൻ കാണുന്നു. അപ്പം പോകുന്ന വഴിക്ക് കാട്ടുപോത്തുകളെയൊക്കെ കാണാം. ഷൂട്ടിങ് തുടങ്ങാൻ അത് 8 ലൊക്കേഷനുള്ളൊരു സിനിമയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ഷെഡ്യൂളിലാണ് ഈ 8 ലൊക്കേഷൻ. അപ്പം പ്രൊഡ്യൂസർ രാജമല്യത്ത് ഈ ലൊക്കേഷൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ട് ബാക്കി പ്രൊഡക്ഷൻ്റെ ആൾക്കാരും കണ്ടോന്ന് എനിക്ക് തലേന്ന് കണ്ടു. അപ്പോൾ അവിടേക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റത്തില്ല, ജനറേറ്റർ കൊണ്ടുവരാൻ പറ്റത്തില്ല, പല ഇഷ്യൂസാണ്. അപ്പം അദ്ദേഹം തലേന്ന് വന്നിട്ട് ഇവരെല്ലാം വന്ന് സെറ്റായപ്പം ആർക്കും ഇതിനോട് യോജിപ്പില്ല ഈ ലൊക്കേഷനിൽ ചെയ്യാൻ. ക്യാമറാമാൻ ഉൾപ്പെടെ പറഞ്ഞു, അത് നമുക്കിവിടെ കുറച്ച് ശരിക്കുള്ള റോഡിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് റോഡ് കാണാതൊക്കെ എടുത്താൽ പോരെ എന്നൊക്കെ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞു. ക്യാമറാമാൻ വരെ ഇങ്ങനെ പറയുന്നു, നമുക്ക് ഇവിടുന്ന് മാറിയാലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഷൂട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു, എൻ്റെ പേര് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു കലഹം നടന്നിട്ടാണ് പിറ്റേ ദിവസം ലൊക്കേഷനിൽ എല്ലാവരും ചെന്നവർക്കെല്ലാം എങ്ങനെ ഇതിവിടെ സിനിമ ചെയ്യും, അങ്ങനെ പല ഇതാണ്. അപ്പം ഞാൻ മാത്രം ഭാവിയും ബാക്കിയുള്ളവരും ഇങ്ങനെ ഇത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ലാലേട്ടൻ്റെ പജീറയിലോ മറ്റോ വന്നു, അതും കയറാതെ പ്രശ്നം, വേറെ വണ്ടികളൊക്കെ വന്ന് ലാലേട്ടൻ വരും, എല്ലാവരും ഇത് അപ്പാടെ പ്രശ്നമാവുമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ കുറച്ച് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായില്ലേ? ആ സാറില്ല, എത്ര ഇതെന്നോ സ്വിറ്റ്സർലൻഡിൽ പോയിരിക്കുന്നതിൻ്റെ വീട്ടല്ലല്ലോ ഈ ലൊക്കേഷൻ കണ്ടിട്ട്, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലല്ലേ ഇങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടുകൂടി പ്രൊഡ്യൂസറും ഇല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാവരും ഭയങ്കര ഹാപ്പി. അപ്പം ഇത്തരം ചില വ്യത്യാസങ്ങളൊന്നുള്ളതല്ലാതെ നമ്മൾക്ക് അവർക്ക് ഫീഡ് ചെയ്യാനായിട്ടുള്ള കൃത്യമായ കാര്യം നമുക്കുണ്ടാവുകയും നമ്മൾക്കതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവുകയും ചെയ്യണം. അതിന് എനിക്ക് ലാലേട്ടനെ എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരോടും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ ക്ലിയർ ആയിട്ട് ക്യാരക്ടർ സ്കെച്ച് ചെയ്ത് സാധിക്കും, അവരുടെ ഇംപ്രവൈസ് അവർ ചെയ്യുന്നത്. അല്ല, അതിനൊരു തമാശ, ഏത് സിനിമ നമുക്കടുത്ത് ഇപ്പം ഞാൻ ഈ കോളേജിൽ നാടകമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലും കുറച്ച് അഭിനയമൊക്കെ ഉണ്ടല്ലോ, എഴുത്തുമൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പം എല്ലാ സിനിമയ്ക്കും ഞാൻ അഭിനയിച്ച് കാണിക്കും. അപ്പം നമുക്ക് പറയാം, നീ എന്തിനാണ് അഭിനയിക്കുന്നത്, ഞാനല്ലേ അഭിനയിക്കുന്നത്, നീ എന്തിനാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കി പറ്റില്ല. ആ കാലത്തൊക്കെ ഞാൻ കുറേ കൂടെ ചെറുപ്പം കൂടെ ആണല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയ്യൻസിലായിരുന്നില്ലേ. അപ്പം ഞാൻ പറയും, എനിക്കിത് ഇപ്പം മാത്രമേ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ, ഇത് ഞാനൊന്ന് ഛർദ്ദിച്ച് കളയട്ടെ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ. ഞാനിത് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നൊക്കെ ഞാൻ മനസ്സിൽ കണ്ടല്ലേ എഴുതുന്നത്. അപ്പം ഞാനൊന്ന് അഭിനയിച്ച് കാണിക്കുന്നുള്ളേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ. അപ്പം അത് എന്താ പറയുക, ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു പ്രോസസ്സാണത്. നമുക്ക് ഒരിക്കലും ഒരാളുടെ ശരീരത്ത് കയറി നമുക്ക് അവരുടെ കണ്ണുകളെ തുറപ്പിക്കാനോ കണ്ണുകളെ ആർദ്രമാക്കാനോ ഒന്നും പറ്റത്തുന്നില്ല. പക്ഷേങ്കിൽ അതിലേക്ക് നമുക്ക് വഴി തുറന്നു കൊടുക്കാൻ പറ്റും. ഈ പ്രണയം എന്ന സിനിമ എനിക്ക് തോന്നുന്നു എനിക്ക് കാഴ്ചയ്ക്കും തന്മാത്രയ്ക്കും മുമ്പ് എൻ്റെ മനസ്സിൽ വന്നൊരു ഫ്രെയിമാണ്.
ഞാൻ എൻ്റെ എല്ലാ സിനിമകൾക്കും എനിക്ക് ഒരു ഫ്രെയിമാണ് കിട്ടുക. അതെനിക്കിപ്പോഴും തോന്നുന്നത് ഞാൻ ഡിഗ്രി കാലഘട്ടത്തിലാണ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്ക്. എൻ്റെ വീടിന് കുറച്ചങ്ങോട്ട് മാറി ഒരു വിറക് കടയുണ്ട്. ആ വിറക് കടയിൽ 1-2 ചെക്കന്മാരൊക്കെ ഉണ്ട്. അപ്പം അവർ അവിടെ പോവുക, അവിടെ ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ ഇരട്ടിക്കുക. അപ്പോൾ അവരുടെ വീട് ഇച്ചിരി താഴോട്ടേക്കാണ്, അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ കൗമാരത്തിൻ്റെ ചില കാര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടുന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ മഴ പെയ്തപ്പം കുറേ ആൾക്കാരേ ഉള്ളൂ, സന്ധ്യാസമയമാണ്. കുറേ ആൾക്കാർ ഓടുന്നു ഇങ്ങനെയൊക്കെ. ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കാത്ത പോലെ ഞാൻ പയ്യെ മഴ നനഞ്ഞ് തന്നെ ഇങ്ങനെ നടന്നു. കുറേ ആൾക്കാർ എന്നെ നോക്കുന്നുണ്ട്, കാരണം ഈ കുട്ടി എന്നെ അറിയുന്നവരെല്ലാവരും ഇവനെന്താ ഇങ്ങനെ നമ്മൾ പറയും, അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ പറയും കഞ്ചാടിച്ച് കിടക്കാമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഞാൻ നടന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നി, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരുത്തൻ കുടയില്ലാതെ നനയുന്നു, മറ്റേ കുട്ടി മുത്തച്ഛൻ്റെ കൂട്ടത്തിൽ ഒരു കുടയത്തിൽ നിന്ന്. അപ്പോൾ ഇവർ ഒരുമിച്ച് ട്രെയിനിൽ കാണുമ്പോൾ ഒരാൾ നനഞ്ഞിരിക്കുന്നു, തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി നനയാ, അവർ തമ്മിലുണ്ട് ഇങ്ങനെ. ആ ഒരു മേൽക്കൂരകളില്ലാത്തൊരു പാലക്കാടൻ റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം ചോദ്യം ഞാൻ പോയി. അതെ. അപ്പം മമ്മൂക്കാടുത്ത് പിന്നീട് എനിക്ക് തോന്നുന്നു പളുങ്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. അന്ന് മമ്മൂക്ക പറഞ്ഞു നമുക്കിത് കുറേ കൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയല്ലോ, ഇത് നമുക്ക് പിന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഞാൻ പ്രണയത്തിൻ്റെ കഥ പറയുകയും അത് നമുക്ക് താല്പര്യപ്പെടുകയൊക്കെ ചെയ്തു, ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ്. അപ്പം ആ സമയത്ത് ഞാൻ ഓർക്കുന്നു എസ്.എൻ. സ്വാമിയും ഷാജി കൈലാസും അവിടെ മമ്മൂക്കയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്ക പറഞ്ഞു ഞാനൊരു വൃദ്ധനായി അഭിനയിക്കാൻ പോകുന്നു എന്നൊക്കെ അവരുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്തു. അപ്പം ഞാനത് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയപ്പോൾ അതിനകത്ത് പല സീക്വൻസുകൾ വന്നു തുടങ്ങിയപ്പോൾ, ചില ഡയലോഗുകൾ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി മമ്മൂക്കായടുത്തൊന്ന് ചോദിക്കണം, മമ്മൂക്കായ്ക്ക് കംഫർട്ടബിൾ ആകുമോ എന്നുള്ള രീതിയിൽ. ഇല്ല, മോഹൻലാൽ അന്നേരം ഇല്ല പിക്ചറിൽ. അനുപം കെയർ ചെയ്ത് ശരിക്കും അച്യുതമേനോൻ. അപ്പം ശരിക്കും അത് ഞാൻ പറഞ്ഞിട്ട് ഈ അച്യുതമേനോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയച്ഛൻ്റെ പേരും ഒക്കെയാണ്. അപ്പം അതിനകത്ത് അവിടെ പറയുന്നതും ചാലപ്പുറത്തു നിന്നൊക്കെ. അപ്പം അച്യുതമേനോനാണ് ശരിക്കും ആ കഥ രൂപപ്പെടുമ്പം മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത്. മമ്മൂക്കാടുത്ത് കഥ പറയുമ്പോഴും അത് തന്നെയാണ് ഇരുന്നുണ്ടായത്. അപ്പോൾ എഴുതി വന്ന ഇയാൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഷേവ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നു, കുറ്റി നരച്ച രോമം, അത് ഇങ്ങനെ ഈ താടി കാണുന്നതാണ് എനിക്ക് വിഷമം എന്നൊക്കെ പറയുന്ന ചില ഡയലോഗുകളൊക്കെ എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മൂക്കാടുത്തൊന്ന് ഇതൊന്ന് വായിച്ചൊന്ന് കേൾപ്പിച്ചാലോ, അല്ലെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്നുള്ള രീതി. പക്ഷെ അത്തരം ക്യാരക്ടേഴ്സ് മേക്കപ്പ് എടുത്ത് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല, ഒരു നരച്ച വിക്കും നരച്ച ഇതൊക്കെ. പക്ഷേ അത് റിയലിസ്റ്റിക്കായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പം ഞാൻ മമ്മൂക്കാടുത്ത് പറഞ്ഞിട്ട് ഞാൻ മുഴുവനായിട്ടില്ല, പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്ക്രിപ്റ്റ്, എനിക്കൊന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ട്. അതെന്താ ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല എന്നാണോ എന്ന് നമുക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, ഞാൻ ഈ ക്യാരക്ടർ എങ്ങനെ കൊണ്ടുപോകുന്നതെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം വേണുചേട്ടൻ മരിച്ച ദിവസം, വേണുചേട്ടൻ്റെ കൂടെ ഞാനൊരു 5-6 സിനിമ വർക്ക് ചെയ്തു. അപ്പം നമുക്ക് എറണാകുളത്ത് നിന്ന് വരികയും ഞാൻ ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കയറി ഞങ്ങൾ ഈ യാത്രയിലാണ് ഞാൻ ഈ സ്ക്രിപ്റ്റിൻ്റെ പകുതി വായിക്കുന്നത്. അപ്പം നമുക്ക് വായിച്ചതിന് ശേഷം നമുക്ക് പറഞ്ഞു ഇതൊരു പുതിയൊരാൾ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആ മറുപടി കിട്ടാനായിരുന്നു ഞാൻ ചോദിച്ചതും. അപ്പം ഞാൻ അതിന് വലിയ ആർഗ്യുമെൻ്റ് ഒന്നും നടത്താതെ തന്നെ എനിക്കത് മനസ്സിലാവുകയും, അപ്പം പുതിയൊരാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ ഇത്രയും കഴിവുകളുള്ള പുതിയ ആൾക്കാരെ കണ്ടെത്തുക വലിയ പ്രയാസം. എന്ന് വെച്ചാൽ കഴിവുള്ളവരാണെങ്കിൽ നാടകത്തിലൊക്കെ ആണെങ്കിൽ അവരൊക്കെ അതിന് മുമ്പ് സിനിമാ നടന്മാരോ ഒക്കെ ആണ്. അപ്പം അത് വീണ്ടും ഒരു അനിശ്ചിതത്തിലെത്തിയപ്പോഴാണ്
ഞാൻ ശരിക്കും പിന്നെ ഞാൻ പോയത് SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ അടുത്താണ്. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേളടി കൺമണിയൊക്കെ കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിന് അപ്പം ഞാൻ ആ ഹീറോ ക്യാരക്ടറിനെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്ലാമറൊന്നും ഇല്ലെന്ന ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ഒരാളെന്നുള്ള രീതിയിലൊക്കെ കണ്ടിട്ടാണ് പെട്ടെന്ന് ഞാൻ രണ്ടാമത്തെ ചോയ്സ് എനിക്ക് അദ്ദേഹമായിരുന്നു. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യമുണ്ട്. അതൊക്കെ ഇല്ല, മോഹൻലാലില്ല. അപ്പം ഇല്ല, മാത്യൂസ് അങ്ങനെ ഒരു ഭർത്താവുണ്ട്, ഭർത്താവ് ഒരു വെജിറ്റബിൾ മാതിരി ഒരു അവസ്ഥയിലെന്ന് മാത്രം എഴുത്തിൽ വന്നിട്ടുള്ളൂ. അപ്പം SPB അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. എനിക്കൊന്നും ഞാൻ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പോലും ആരോടും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അങ്ങനൊന്നും ആ സമയം അങ്ങനെ നമുക്ക് പറയുന്നത് എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഇപ്പം യാദൃച്ഛിക പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹത്തിനോടൊത്തും സംസാരിച്ചു. അദ്ദേഹം ഭയങ്കരമായിട്ട് കേട്ടു. അദ്ദേഹത്തിന് കഥ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കാരണം പ്രണയമാണല്ലോ ഈ പ്രായത്തിൽ. പുള്ളി ഇങ്ങനെ ഒത്തിരി എക്സൈറ്റഡായിട്ട് സംസാരിച്ചു. പക്ഷെ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സട്ടിലായിട്ടുള്ളൊരു അഭിനയം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു ആക്ടർ അല്ലല്ലോ ഞാൻ. പിന്നെ ഭാഷ ഭയങ്കരമായിട്ടൊരു ഇതുണ്ട്. പിന്നെ താങ്കൾ ഇതിൻ്റെ എന്നുവെച്ചാൽ ഇങ്ങനെ ഈ പ്രായത്തിലുള്ള 2-3 ആൾക്കാരെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുമ്പം തന്നെ അത് എത്രത്തോളം ഡീറ്റെയിലിംഗ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എന്തോ അത് പിന്നെ പുള്ളി ആ സമയത്ത് സിംഗപ്പൂരിലും അവിടെ ഇവിടെയൊക്കെ എന്തോ ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സമയം. അപ്പം അങ്ങനെ അത് മുന്നോട്ട് പോയില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. ആ സമയത്ത് അങ്ങനെ ആരെ എന്ത് എന്നുള്ളത് ഒരു അനിശ്ചിതത്തിൽ സിനിമ തന്നെ എഴുത്തിങ്ങനെ കുറച്ച് അപ്പം ഇത് മുന്നോട്ട് പോകാത്തപ്പം എഴുത്തിന് ഒരു മടുപ്പ്. ആ സമയത്ത് ദുബൈയിൽ ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ റോഷൻ ആൻഡ്രൂസിൻ്റെ ലാലേട്ടൻ്റെ ഒരു സിനിമ ഇത് കാസിനോവ അവിടെ ഷൂട്ട് ചെയ്യുന്നു. ഒരു ഹെലികോപ്റ്ററും ഒരു ട്രക്കും ഒക്കെ വന്നിട്ട് ഹെലികോപ്റ്ററിൽ ഇത് പുള്ളി ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കുറേ ദൂരെ ഒരു സ്ഥലത്താണ്. ഞാനും എൻ്റെ ഫ്രണ്ട് ബിജുവും കൂടെ അവിടെ പോയി. ഇവരെ കാണുമെന്ന് മാത്രം ഉദ്ദേശിച്ചുള്ളൂ. ഈ ഷൂട്ടിനെ കാണുക റോഷൻ നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത്. അപ്പോൾ അവിടെ ചെന്ന് കുറേ വലിയ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഗ്യാപ്പ്. അപ്പം എൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചു, മോനെ എന്താ പരിപാടി? ഞാൻ പറഞ്ഞൊന്നുമില്ല, നമ്മളൊരു പരിപാടി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്താണ് കഥ എന്നൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ചെറിയ രീതി വണ്ടിക്കതിന്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ അച്യുതമേനോൻ്റെ ഒരു വിഷയം മമ്മൂക്ക ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു. മമ്മൂക്കായിലേക്ക് പിന്നെ നമ്മളത് ഫോഴ്സ് ആകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈയിടെ ഒരു യൗവന കാലഘട്ടം വേണം. അപ്പം മമ്മൂക്കായെ പോലെ ലാലേട്ടനെ പോലെ ഒരാളുടെ യൗവന കാലഘട്ടം വേറൊരാൾ ചെയ്യുന്നു എന്ന് പറയുന്നത് മാച്ചാകത്തില്ല. എന്നുവെച്ചാൽ ഇവരുടെ കല്യാണം കഴിക്കുന്ന പ്രായം ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനും പറ്റത്തില്ല. അതൊരു വലിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു നമുക്കടുത്ത് പറയുമ്പം പോലും. പക്ഷേ തുടക്കത്തിൽ അത്ര വിചാരിച്ചില്ല, എഴുതി വരുമ്പോഴാണല്ലോ അങ്ങനെ ആ പ്രായത്തിലാണ് ആൾ വേണ്ടിയത്. അപ്പം ഇതേ കാര്യങ്ങൾ ലാലേട്ടനും അതൊരു വലിയൊരു ഇഷ്യൂ ആണല്ലോ എന്നൊക്കെ പറയും. പിന്നെ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ കഥയെല്ലാം കേട്ട് അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, മാത്യൂസിനെ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര ഞാൻ ഒട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്യൂസ് ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന വലിയ പ്രസക്തമല്ലാത്തൊരു കഥാപാത്രം മോഹൻലാൽ എന്ന് പറയുന്ന അന്ന് കേസന പോലെ ചെയ്യുന്ന ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഞാനൊരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യം. പക്ഷെ പുള്ളി എന്നോട് ചോദിച്ചു, ഞാനത് ചെയ്യട്ടെ, ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര എനർജിയായി. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഫിലോസഫി പ്രൊഫസറാണ്. അപ്പം നമ്മൾ സംസാരിച്ച് എനിക്കൊന്ന് മറ്റേ ഇദ്ദേഹത്തിൻ്റെ ആം എ ഡ്രൈവർ എന്ന് പറയുന്ന ആ പാട്ട് എൻ്റെ അടുത്ത് അതിൻ്റെ പേര് മറന്നുമായിരുന്നു, സിംഗറിൻ്റെ ആ പാട്ട് ആ റെഫറൻസ് എനിക്ക് തന്ന ലാലേട്ടനാണ്. അപ്പം നമ്മളവിടെ വെച്ച് സംസാരിച്ചു. ലാലേട്ടൻ ആണ് ഈ ബോർഡിലുണ്ടാകുന്നു എന്ന് അറിയുമ്പോൾ തൊട്ടാണ് മാത്യൂസ് വലുതായി വരുന്നത്. മാത്യൂസിൻ്റെ സാധ്യതകൾ ഭയങ്കരമായിട്ടുണ്ടായി. അങ്ങനെ
അറിയാതെ വഴിയിൽ നിന്ന് കയറിയ ഒരാളാണ് മാത്യൂസ്. പിന്നീട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സംസാരിക്കാനും ഒക്കെ ഒരാളോടുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആര് ചെയ്യും, ഇന്നാറ്റ് ആര് ചെയ്യും എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ ദിവസം തന്നെ കുറേ കാര്യങ്ങൾ രൂപപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ഈ പിന്നീട് കുറേ ഇതിലാണ് അനുപം ഖേറിൽ. അപ്പോൾ അനുപം ഖേർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം നമുക്കറിയാത്തത് കൊണ്ട് ഏകദേശം രൂപമുള്ള ഒരാൾ ചെയ്തപ്പോൾ നമുക്ക് പ്രശ്നമില്ല. മോഹൻലാൽ വന്നപ്പോൾ അതിൻ്റെ ഒരു സാധ്യത എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ അതിന് കൂടുതൽ സാധ്യത നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ്. പ്രണയത്തിന് പ്രൊഡ്യൂസർ ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു മോഹൻലാലുമായിട്ട് സാർ ഒരു പ്രോജക്റ്റ് ഉടനെ തന്നെ ഓണാവാൻ ഇതാണെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. സജീവൻ്റെ അടുത്താണ് ചോദിക്കണ്ടേ. കഴിഞ്ഞ ദിവസം ഞാൻ ലാലേട്ടനെ കണ്ടപ്പോൾ ലാലേട്ടനും ചോദിച്ചു, ഇങ്ങനെ ആൾക്കാർ പറയുന്നല്ലോ അടുത്ത സിനിമ. ഞാനിങ്ങനെ കേട്ടു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മളത് എപ്പോഴും നമുക്ക് ലാലേട്ടന് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ അതിന് ഇതാകുന്നത്. ഞാനിപ്പം പ്രണയത്തിൻ്റെ കാര്യം വരെ പറഞ്ഞല്ലോ. അതിന് മുമ്പും പല കാര്യങ്ങൾ മുമ്പ് അത്ര ആലോചനകളുണ്ടാകുമ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നത്. കുറേ പക്ഷേ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഞാൻ അടുത്ത സിനിമയെക്കുറിച്ച് അങ്ങനെ പറയാനായിട്ടായിട്ടില്ല. ക്ഷീണം മാറിയിട്ടില്ല. ശരിക്കും ഇനിയും ഉറങ്ങണം, കുറച്ചുകൂടെ പൊതുവെ അങ്ങനെ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി വരുമ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാവുകയും മറ്റേ ആൾ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെയാണ് പിന്നെ 3 ഓഫീസ് പോലെയുള്ള സിനിമകളൊക്കെ വരും. അപ്പൊ അങ്ങനെ ഒരു അതിന്റെ പ്രണയത്തിലൊരു വേറൊരു തരം എക്സ്പെക്ടൻസ് അങ്ങനെ ഒരു ഐഡിയയിലേക്ക് എങ്ങനെയാണ് ഈ നമ്മുടെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെയൊക്കെ ധാരണ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുണ്ടാകുന്ന മാനസികമായ ശാരീരികമായ ഒരു ബന്ധം സ്ഥാപിക്കൽ എന്ന് മാത്രമാണ് കരുതുന്നത്. പക്ഷെ ഞാൻ കരുതുന്നത് അങ്ങനെയല്ല. ഞാൻ നേരത്തെ ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യനായി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ ഞാനതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം സ്നേഹമാണെന്നാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് അതിനൊരു രൂപമൊന്നുമില്ല. ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഒരു അടുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ എൻ്റെ സംസാര രീതികൾക്കോ സ്നേഹത്തിനോ ഇതൊക്കെ സ്നേഹത്തിൽ കൂടെ വരുന്നതാണ്. ഇതെല്ലാം സ്നേഹത്തിൽ കൂടെ അല്ലേ. നമ്മൾ നന്നായിട്ട് ഒരാളെ ചിരിക്കുന്നതും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നതും ഒക്കെ മാന്യത പുലർത്തുന്നതും ഒക്കെ ഈ സ്നേഹത്തിൻ്റെ മറ്റു സ്നേഹത്തിന് ഒരുപാട് പ്രണയവും ഒക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഈ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സങ്കുചിതമായ ചിന്തകളുണ്ട്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ളൊരു ബന്ധം മാത്രമാണ് ബന്ധം എന്ന് പറയുന്നത്. ഇപ്പം അല്ലാതെ പറഞ്ഞപ്പോൾ ലെസ്ബിയനാണെന്നോ മറ്റു രീതിയിലൊക്കെ ധരിക്കുന്നത് പോലെയല്ല. പക്ഷെ നമുക്ക് സ്നേഹിക്കാൻ ഇതിനപ്പുറമായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിലാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ തലങ്ങളിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത് ഒരു പ്രായം കഴിയുമ്പോഴാണ്. കാരണം ചില പ്രായത്തിൽ നമുക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനുണ്ടാകും, നമ്മുടെ പാർട്ട്ണറെ നമ്മോടൊപ്പം ജീവിക്കാനുണ്ടാകും, മക്കളെ വളർത്താനുണ്ടാകും, മക്കളുണ്ടാകാനുണ്ടാകും. പക്ഷേ ഇവിടെയൊക്കെ നമ്മളെന്ന് പറയുന്നത് മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ 3 പേർ തമ്മിലുള്ള ഒരു റിലേഷനിൽ പങ്കുവയ്ക്കപ്പെടാനായിട്ട് പറ്റാത്തതായിട്ട് എന്താണുള്ളത്? അപ്പം മാത്യൂസ് ചോദിക്കുന്നുണ്ട്, മാത്യൂസിൻ്റെ അടുത്ത് ഗ്രേസ് ചോദിക്കുമ്പം എന്നേക്കാൾ വലിയൊരു സ്നേഹം ഉണ്ടായെങ്കിലല്ലേ ഞാൻ ഭയക്കൊണ്ടു. അപ്പം ഒരാൾക്കൊരാളോടുള്ള സ്നേഹത്തിനെക്കുറിച്ചുണ്ടാകുന്ന ധാരണയുടെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, വളരെ പൊസസീവായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വേറൊരാളോട്ട് കൂടുതൽ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ. ഇവൻ മക്കൾ പോലും ചിലപ്പം അമ്മയോടാണ് കൂടുതൽ വർത്തമാനം പറയുന്നത്, അല്ലെങ്കിൽ അച്ഛനോടാണ് കൂടുതൽ ഇത് ചെയ്യുന്നതുമ്പോൾ ഉണ്ടാകുന്ന പൊസസീവ്. അപ്പം അതല്ലാത്തൊരു ധാരണ ഉണ്ടാവണം. കാരണം അതുകൊണ്ട് തന്നെയാണ് അവസാനം ഗ്രേസ് പോയി കഴിഞ്ഞപ്പോഴും അച്യുതമേനോനും മാത്യൂസും തമ്മിൽ ഉണ്ടാകുന്ന
ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് അറിയത്തില്ല, എനിക്ക് എൻ്റെ പ്രണയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനോടും ഉണ്ടാവണം എന്നുള്ളതാണ്. കൂടുതൽ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിനോടായിരിക്കും കൂടുതൽ പങ്കുവയ്ക്കലുണ്ടാവുക. അതിന് ഒരു നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള രീതിയിലോ നമ്മുടെ പാരമ്പര്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ചില വ്യവസ്ഥകളോ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലേക്കൊക്കെ ഈ മാറ്റം വലുതായിട്ട് വരും എന്നാണ് വിചാരിക്കുന്നത്. ഈ സാറിൻ്റെ സിനിമകളിലൊക്കെ ഇപ്പോൾ ഈ കാഴ്ച ആണെങ്കിലും മാത്രമാണ് പറഞ്ഞാണ് അങ്ങനത്തെ ഒരു പെയിനിൻ്റെ എലമെൻ്റ് ഉണ്ട് എല്ലാ സിനിമയ്ക്കകത്തൊരു കാണുന്ന പ്രേക്ഷകരിലേക്ക് ഒരു പെയിൻ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. സാർ പ്രേക്ഷകൻ എന്ന രീതിയിൽ സിനിമ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ വളരെ കുറച്ചാണ് ആ ഒരു രീതിയിൽ കാണുന്നത്, പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ സിനിമ കാണുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ആയിരിക്കും പലപ്പോഴും കൂടുതലും കാണുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ സിനിമകളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ആടുജീവിതം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തിയേറ്ററിൽ. ഫുള്ളെന്നല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രം ഇരുന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, ക്യൂബിലുമൊക്കെ. പക്ഷേ പബ്ലിക്കിനോടൊപ്പം ഞാനിരുന്ന് കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു പ്രേക്ഷകൻ്റെ ഒരു മാനസികാവസ്ഥയിൽ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് അവനുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ എന്നെ ഭയങ്കരമായിട്ടും പ്രശ്നത്തിലാക്കും. എന്നുവെച്ചാൽ ഒരു തിയേറ്ററിൽ ഒരു ആൾക്കാർ എന്നുവെച്ചാൽ നല്ലത് പറയണമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അത് പിന്നെ നമുക്കൊരു ഭയങ്കരമായിട്ട് വീണ്ടും നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം നല്ലതാണേലും മോശമാണേലും. ഇപ്പം ചില ആൾക്കാർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചെന്നൈയിലെ ഡയറക്ടേഴ്സ് അസോസിയേഷൻ്റെ ഒരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അപ്പം സ്വാമി എന്ന് പറഞ്ഞ ഡയറക്ടർ, മൃഗം എന്നൊക്കെ പറഞ്ഞ സിനിമയെക്കുറിച്ച് സ്വാമി എന്ന ഡയറക്ടർ മുന്നേ വന്നു. അയാൾ എന്നെക്കാട്ടും വലിയ സൈസുള്ള ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുക. അപ്പം എനിക്ക് മനസ്സിലാകുന്നത് എന്തിനാ ഇദ്ദേഹം കരയുന്നതെന്നുള്ളത്. അപ്പോൾ ഓരോ ആൾക്കാർ അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മളറിയാതിരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. നമ്മളിതൊന്നും ബോധപൂർവ്വം ചെയ്യുന്നില്ലല്ലോ ഇതിനു വേണ്ടി. നമ്മളിതിൻ്റെ വിളവെടുപ്പിന് വേണ്ടി നിൽക്കാണ്ടിരിക്കുക, നന്നായിട്ട് ജോലി ചെയ്യുക, പോവുക അടുത്ത. അല്ലാതെ ഇതിൻ്റെ ഒരു കൊയ്ത്തുപാട്ടിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ മേളത്തിനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചു, എൻ്റെ അസിസ്റ്റൻസൊക്കെ, സാറേ അങ്ങനെ ഇന്നലെ എൻ്റെ ആ ഡയറക്ടറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നാട്ടിൽ, തിയേറ്ററിൽ ഇങ്ങനെ ഇന്ന അടുത്ത് കൈയടിച്ചു ആൾക്കാർ, അങ്ങനെ പാട്ടിൽ അയാളുടെ ഉടുപ്പൂരി ഷാഡോ ഇങ്ങനെ കാണിച്ചപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തടത്ത് കൈയടിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് എൻ്റെ ഒരു ഈ അങ്ങനെ ഒരു സെലിബ്രേഷനിലേക്കൊന്നും നമ്മളങ്ങനെ കാണണ്ട, അങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ഇത് എന്താ എനിക്ക് തോന്നിയിട്ടില്ല. അത് ചിലപ്പോൾ അതിനുള്ളൊരു ബലമില്ലാത്തതായിരിക്കാം. പോസിറ്റീവായ കുഴപ്പമില്ല, നെഗറ്റീവായാൽ പിന്നെ ബലം വേണമല്ലോ. ഈ ഭ്രമരം സിനിമ പോലും, ഭ്രമരം സിനിമയ്ക്ക് വേണ്ടി ഈ മോഹൻലാൽ എൻ്റെ അടുത്ത് ഒരു അടുത്ത സിനിമ രാജു മല്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 6 മാസം ഞാൻ നോക്കിയിരുന്നിട്ട് എനിക്കൊരു കഥയില്ല. ഞാൻ ഒരുപാട് പേരെടുത്ത് ഞാൻ കഥ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് നോക്കി. അപ്പോൾ എനിക്കൊരു കഥയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ വളരെ പെട്ടെന്നാണ് ഒരാൾ ഒരു വീട്ടിൽ കയറി വരുന്നതും അയാളെ അവർക്കാർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു നോട്ടിലേക്ക് വരുന്നത്. അപ്പം പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ അവിടുന്ന് ആദ്യത്തെ ഒരു 4-5 സീൻ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, കഥയില്ല. ഈ റോഡ് മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും അതിന് കൃത്യമായൊരു കഥയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് മാറി ഇരുന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി എഴുതി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 5 സീനോ 6 സീനും കൊണ്ട് ഞാൻ എഴുതി തുടങ്ങി. അപ്പോൾ അടുത്ത് സംഭവിക്കുന്ന എനിക്കറിയത്തില്ല എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യം. ഞാൻ പകുതി സെക്കൻഡ് ഹാഫിൽ വന്ന് ഇവരെ 3 പേരും കൂടെ ലോറിയിൽ പോയി ആ മുനമ്പിൽ ചവിട്ടി നിർത്തിയിട്ട് ഈ ശിവൻകുട്ടി പുറത്തിറങ്ങി
കൈകൊട്ടി ചിരിക്കുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇയാൾ തണുപ്പിൻ്റെ ഒരു കൈയൊക്കെ തിരുമ്മി അത് എഴുതി കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് എന്തോ തോന്നി, ഈ സാറിൻ്റെ ചില സിനിമകളിൽ കാണുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ നിന്നിറങ്ങുന്ന ഒരു വയലൻസ് ഉണ്ടല്ലോ, സാർ എഴുതുന്ന ഒരു സീൻ പോലെ എനിക്കങ്ങ് ഫീൽ ചെയ്തു. ഞാൻ പെട്ടെന്ന് ഇയാളെന്തിനാ ഇങ്ങനെ ചിരിച്ചത്, ഇയാളെന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചു. എനിക്കെന്താ സുഖമില്ലേ, എനിക്കെന്താ തലക്ക് സുഖമില്ലേ എന്ന് ഞാൻ തന്നെ എന്നോട് ചോദിക്കുകയും പിന്നീട് ഞാൻ പുറകിലോട്ട് വായിച്ചു നോക്കുന്നു. അപ്പോഴാണ് ഇയാൾ എന്താ പേര് ജോസ് എന്ന് പറയുമ്പോൾ പാതി നോട്ടവുമായി അയാൾ അവനെ നോക്കി, അയാളുടെ ചെവിയിൽ വണ്ടു മൂളുന്ന പോലെ എന്ന് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. മുന്നോട്ടുള്ള കഥയില്ലാതെ പോലും ഈ ആൾക്ക് സിസോഫ്രീനിക്കായിട്ടുള്ള സൗണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ആ അസുഖത്തിൻ്റെ ഏറ്റവും വലിയ ഇതാണല്ലോ. വാൻ ഗോഗ് വരെ ചെവിയാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഇതൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അയാളുടെ ചെവിയിൽ വണ്ടു മൂളുന്ന പോലെ ഞാൻ എഴുതി വെച്ചു. അപ്പോൾ ഞാൻ ആരെ വിശ്വസിക്കണം? ഈശ്വരനെ അല്ലാതെ. അപ്പോൾ അങ്ങനെ എനിക്ക് ചില വെളിപാടുകൾ പോലെ ആണ്. മുന്നോട്ട് പിന്നീട് അറിയില്ല എഴുതുന്നത്, മുന്നോട്ട് ഒട്ടും അറിയാതെ എഴുതിയതാണ് ഭ്രമരം. അപ്പോൾ അത് നമുക്ക് അതാ ഞാൻ നേരത്തെ പറഞ്ഞു, എഴുത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഫിലിം മേക്കിങ്ങിനെക്കാട്ട് അപ്പുറമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിങ് നമുക്ക് കിട്ടാറുണ്ട്. ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ അതിജീവനത്തിന്റെ കഥയാണ്. അത് അതോടൊപ്പം തന്നെ ബ്ലെസ്സി എന്ന വ്യക്തിയുടെയും ഡയറക്ടറിന്റെയും കൂടി അതിജീവനം അതിലുണ്ട്. ഇത്രയും വർഷം ഈ സിനിമയ്ക്കൊപ്പം യാത്ര ചെയ്തു. ഈ സിനിമ എങ്ങനെയാണ് ബ്ലെസ്സി എന്ന ഒരു ഇൻഡിവിജ്വലിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഒരുപാട് പൗലോ കൊയ്ലോയുടെ വാക്കുകൾ തൊട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടായിട്ട് നിൽക്കുന്ന ലോകത്തിനെക്കുറിച്ച്. ഞാനും എഴുതിയിട്ടുണ്ട്, സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ് ജീവിതം, ജീവിക്കാൻ അറിയാമെങ്കിൽ പ്രണയത്തിൽ. നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് അന്ധമല്ല, പക്ഷെങ്കിൽ സാധ്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് പ്രയത്നം, ചിലപ്പം നമുക്ക് അപ്രാപ്യമാണ് എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അൾജീരിയ പോലെയുള്ള സഹാറ ഡെസേർട്ടിൽ പോയി ഷൂട്ട് ചെയ്ത് ജീവനോടെ മടങ്ങാൻ പറ്റുമെന്നൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ മരണം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ മരണം നമുക്ക് പ്രശ്നമല്ലെങ്കിലോ. അങ്ങനെ ഒരു സംഭവത്തിൽ മരണം ഇവിടെ നമ്മൾക്കെല്ലാം ലിമിറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. നമ്മുടെ ഒരു ബോധമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ, നമുക്ക് കുറച്ച് ഇച്ചിരി ബോധം കുറഞ്ഞ് ഇച്ചിരി ഭ്രാന്തുണ്ടെങ്കിൽ എല്ലാം സംഭവിക്കും. കാരണം ഈ മേശ എനിക്ക് തന്നെ പൊക്കാൻ പറ്റത്തില്ലെന്നുള്ള ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിത് ശ്രമിക്കത്തില്ല. ആ ബോധത്തോടുകൂടി ഞാനിത് ഉയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ നടുവ് പോവും എന്നുള്ളൊരു ഭയമാണ്. ചിലപ്പോൾ പോകത്തില്ലായിരിക്കാം, നടുവ് പോവുമോ അല്ലെങ്കിൽ കൈ ഉളുക്കുമോ എന്നൊക്കെ ഉള്ള എൻ്റെ ബുദ്ധി എന്നോട് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേങ്കിൽ ചില ചലഞ്ച്ഡായിട്ടുള്ള കുട്ടികൾ അല്ലെന്നുണ്ടെങ്കിൽ ചില ഇതിലുള്ള ആൾക്കാർ വന്നാൽ ഒറ്റ കൈ കൊണ്ട് ഇത് വെക്കും, വെക്കാനുള്ളതേ ഉള്ളൂ. അപ്പം ഇതാണ് ഞാൻ അത്ര അടുത്ത് അതൊരു റിസ്ക് അല്ലേ, അല്ലെങ്കിൽ അത് അത്രയും വിജയിക്കുമോ അതല്ല എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി അറിവുകൾ ചിലപ്പം ഒരുപാട് റിസ്ക്കുകളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കും. അങ്ങനെ ഇച്ചിരി ബോധക്കുറവുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഈ സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിലെ പ്രദർശനം, എക്സിബിഷൻ, ഇതുമൊക്കെ ആയിട്ടുണ്ടാകുന്ന കലഹങ്ങൾ, തിയേറ്റർ ഗ്രൂപ്പുകളുടെ പ്രയാസങ്ങൾ. ഇപ്പോൾ PVR പോലുള്ള ഗ്രൂപ്പ് അവർക്ക് തീരുമാനിക്കാം ഇന്ന് കളിക്കണോ വേണ്ടായോ എന്നുള്ളത്. അപ്പോൾ ഇത് വീണൊരു ഫിലിം മേക്കറിൻ്റെ ഇതിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു പ്രൊഡ്യൂസറിൻ്റെയോ പ്രയാസങ്ങൾ അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നു. ഞാൻ അതിനുവേണ്ടി ഒരു തിയേറ്ററിൽ പോയി സത്യാഗ്രഹം ഇത്രയും കാലം ഒരു സിനിമ ഉണ്ടാക്കി കഷ്ടപ്പെട്ട ഒരാൾക്ക് തലേന്ന് പോലും ഹൗസ്ഫുള്ളായിട്ട് ഓടിയ ഒരു ഷോ
നിർത്തിവെക്കാനായിട്ട് എൻ്റെ അടുത്തൊരു നോട്ടീസ് പോലും എന്നെ ഒരു ഫോർമുല പോലും ഇല്ലാതെ നിർത്തിവെക്കാനായിട്ടുള്ള ഒരു ആധികാരികത മാർക്കറ്റിനുണ്ടെങ്കിൽ പിന്നെ ഞാനിതിനെ എങ്ങനെ ഇതിനെ ഈ വ്യവസായത്തിനെ വിശ്വസിക്കേണ്ടി വരും? സാർ ഇപ്പം മെൻഷൻ ചെയ്തത് ഈ BPF-ന്റെ പ്രശ്നം വന്ന് PVR-ൽ ഷോ നിർത്തി വെച്ചതല്ലേ, ഇപ്പം അതിൻ്റെ ഒരു സ്റ്റേറ്റസ് ഇപ്പം എങ്ങനെയാണ്? അല്ല, ഇപ്പോൾ അത് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങി. കാരണം ഇന്ത്യയിൽ തന്നെ ഇത് ഈ ഡിസംബറോടുകൂടി അത്തരം ഫീസുകൾ എടുത്ത് കളയുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം PVR-ലെ പുതിയ ഫോറം മാളിലും ഒന്നും ഇത് വാങ്ങിക്കുന്നില്ല. പക്ഷെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു കുറേയെങ്കിലും നമ്മളെ ബാധിച്ചുള്ള കുറേ ഫിലിം മേക്കേഴ്സുണ്ട്. പുതിയ സിനിമകൾക്ക് അത് പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് പ്രശ്നം ഉണ്ടായിരുന്ന ഏക സിനിമ എൻ്റെ സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആടുജീവിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ സിനിമകൾ അതിന് ശേഷം ഈ ആടുജീവിതത്തിൻ്റെ സ്പേസിലേക്ക് പല സിനിമകളും കയറി വന്നു. അപ്പം ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരുന്നൊരു സിനിമ അടുത്ത ദിവസം വ്യാഴാഴ്ചയോടെ കളിക്കാനുള്ള ഈ ചാർജ് അഡ്വാൻസായിട്ട് കെട്ടിയിട്ടുള്ള ഒരാളുടെ അടുത്ത് എന്നാണ്. അപ്പം ഇത് എന്ന് പറയുന്നത് ഇതിന് കൃത്യമായ ഒരു ഞാൻ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. സർക്കാരിനോ മറ്റാർക്കും ഇടപെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് മോണോപ്പൊളി നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു അസോസിയേഷനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും നേരിട്ട് ഇടപെട്ടാൽ പോലും തീർക്കാൻ പറ്റുന്നില്ല. ഈ പ്രശ്നം എങ്ങനെ തീർന്നത്? യൂസഫ് അലി എന്ന് പറയുന്ന ഒരു വലിയ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെയാണ് ഇവിടെ നടക്കുന്ന മാളെന്ന് പറഞ്ഞു, ലുലു മാളെന്ന് പറഞ്ഞു. അതങ്ങനെ ഇന്ത്യയിൽ പല സ്ഥലത്തും അത്തരം മാളുകൾ നടക്കുന്നുള്ള എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞത് അവർ കേട്ടു, ഞങ്ങൾ പറഞ്ഞതല്ല കേട്ടത്. ഈ ആവശ്യത്തിന് വേണ്ടിയല്ല അതിന് പരിഹരിക്കപ്പെട്ടത്. അവിടെയാണ് ഈ പറഞ്ഞ നിസ്സഹായത എന്ന് പറയുന്നത്. ഒരു ഫിലിം മേക്കർ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു സിനിമ ചെയ്യുന്ന ഒരാൾക്ക് ഇത് ജനങ്ങൾ കാണാൻ തയ്യാറായപ്പോലും കൃത്യമായി എത്താൻ പറ്റുന്നില്ല. അപ്പം അത് ഇപ്പം ഒരു സിനിമ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സിനിമയുടെ യോഗ്യതയല്ല, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നേരത്തെ മുൻ ധാരണകളാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നതല്ല. അപ്പം അതിന് ഈ പറഞ്ഞ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. ഏതാണ്ട് 100 ചില്ലാനും തിയേറ്ററുകളിൽ കേരളത്തിന് പുറത്തും ബാംഗ്ലൂരൊക്കെ ഉണ്ട് 38 തിയേറ്ററുകളിൽ നിന്ന് 3 ദിവസം ഇറങ്ങിപ്പോയി. പിന്നീട് തിരിച്ച് കയറാൻ പ്രയാസം. വേറെ പുതിയ സിനിമകൾ വന്നു. ഇത് നിർത്തി കഴിഞ്ഞിട്ട് തുടങ്ങിയത് പുതിയ സിനിമകളോടുകൂടിയാണ്. വേറെ 3 സിനിമകൾ വന്നു. അപ്പോൾ ആടുജീവിതത്തിന് പകരമാണ് അത് കയറുക. തീർച്ചയായിട്ടും. സാറിൻ്റെ ഈ ആടുജീവിതത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമൻ്റായി അമലാപ്പോളും പൃഥ്വിരാജും തമ്മിലുള്ള ഷോർട്സ് അത് കുറച്ച് ക്രിഞ്ചാന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഇപ്പം തന്മാത്രയ്ക്കകത്താണെങ്കിലും ഇവർ തമ്മിലുള്ള സീൻസ് ഇത് അത് അനാവശ്യമാണ് എന്നുള്ള രീതിയിൽ ആവശ്യമില്ല സിനിമയിൽ. അതിന് സാറിൻ്റെ ഒരു ഈവൻ കളിമണ്ണിൽ പോലും ഷോർട്സ് ഉണ്ട് കുറച്ച്. സാറിൻ്റെ ഒരു ഈസി ഡെലിബറേറ്റ് ഇത് എന്താണ്? ഇതൊരു കപടതയല്ലേ? ഒരു 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 പ്രണയവും സ്നേഹവും വികാരവും ഉള്ള ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഏത് എക്സ്റ്റെൻഡ് വരെ പോകണമെന്ന് വേറൊരാളാണ് തീരുമാനിക്കുന്നത്. അല്ല, എനിക്കറിയത്തില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണോ എന്നൊന്നും. ഇപ്പോൾ നമ്മളുടെ അടുത്ത് നമ്മുടെ വീട്ടിൽ പോലും ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരാളാണോ എന്ന്. കാരണം ഈ സിനിമയുടെ കഥ എന്നെ രസകരമായിട്ട് തോന്നുന്നൊരു കാര്യം, ഈ സിനിമയുടെ കഥ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ആദ്യമായി പൃഥ്വിരാജിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ രാജുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മീശ നന്നായിട്ട് ഒരു കട്ടി മീശ വേണം. എന്താ ഈ ഒരു ഘട്ടത്തിലെ ഒരു സീക്വൻസിൻ്റെ ഈ സൈനു നജീബിൻ്റെ മീശ കടിച്ചെടുക്കും എന്ന് പറഞ്ഞു, ഒരു പാട്ടിൻ്റെയൊക്കെ ഒരു ഇതിന്. അപ്പോൾ പാട്ടും ഉണ്ടായിട്ടില്ല, സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല, തിരക്കഥയും ഉണ്ടായിട്ടില്ല. അതിനെത്രയോ നാളുകൾക്ക് ശേഷം ഇതെല്ലാം സംഭവിക്കുന്നത്.
5-6 വർഷങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും സംഭവിക്കുന്നത്. അമല പോളും ഇല്ല, ആരുമില്ല, സൈന് മാത്രമേ ഉള്ളൂ. അതിന് മുഖമില്ലാത്ത ഒരാളെന്ന് വിചാരിച്ചുള്ളൂ ഈ 2 കഥാപാത്രം. അതാണ് ഞാൻ സിനിമയെ കാണിച്ചത്. ഞാൻ എഴുതി അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ഞാൻ എഴുതിയിരിക്കുന്ന നമുക്കും ഈ സാഹിത്യകാരനാകാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ എഴുത്തിലെങ്കിലും സാഹിത്യകാരനാണ്ട് എനിക്ക് എഴുതുമ്പം തോന്നുന്ന എൻ്റെ പ്രണയത്തിൽ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു ചുംബന ഭാരത്താൽ ആ വള്ളം മുങ്ങിയെന്ന് തോന്നുന്നു. കൊമേഴ്ഷ്യലൊന്നുമില്ല. നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഇപ്പം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു ഹാർഡ് കോർ ലെവലിലുള്ള പങ്കുവയ്ക്കലിനെ കുറിച്ചൊക്കെ ഇപ്പം ഞാൻ ചില സമയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഏതോ പ്രണയ സമയത്താണോ അതിന് മുമ്പാണോ ലാലേട്ടന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സിനിമ. പക്ഷെ അങ്ങനെ ഒരു സിനിമ ഇത്രയും പോലും പറ്റാത്തടത്ത് എങ്ങനെയാണ് പറ്റുക? അങ്ങനെയല്ല, അല്ല എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രമുഖ പത്രത്തിലെ ഒരു ആളിൽ ചോദിച്ചു, ഈ 5ാം ക്ലാസ്സും കുസ്തിയും പഠിച്ച നജീബിന് ഇത്രയൊക്കെ മണിരത്നത്തിൻ്റെ കാൽപ്പനികതയിൽ പ്രണയം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ 5ാം ക്ലാസ് ആണോ ഇതിൻ്റെയൊക്കെ ഇതിനെ തീരുമാനിക്കുന്നത്? ഒരാളുടെ ഒരു സൗന്ദര്യവും ഭാവനയും അയാളുടെ രതിയോടുള്ള അയാളുടെ ചില സ്വപ്നങ്ങളും ഒക്കെ അല്ലേ. അപ്പം പിന്നെ അറിയാതെ ഞാൻ പറഞ്ഞു, ഈ സൈനുവിന് 8ാം ക്ലാസ് വരെ പഠിച്ചെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. സൈനുവിൻ്റെ നിർബന്ധം കൊണ്ടാണെങ്കിലോ, സൈനു ആണ് ഈ തരം ഒരു കാൽപ്പനികതയിലേക്ക്, അതായത് സൈനു ആണല്ലോ വള്ളത്തിൽ വിളിച്ചിട്ട് നമുക്കൊരു വീട് വേണം സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു കൂട്ടുന്നത് സൈനുവാണ്. അപ്പോൾ സൈനു ആയിരിക്കാം ഇങ്ങനെ ചുംബിക്കുന്നതിനെക്കുറിച്ചും, സൈനു ആണല്ലോ ചുംബിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അറിവുകളിലേക്ക് ലോകത്തിനെ തളച്ചിടുന്നതിൻ്റെ പ്രശ്നമാണ്. അതായത് ഇവിടുത്തെ പുരുഷ സ്ത്രീ ബന്ധങ്ങളിൽ എത്ര പേര് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? കളിമണ്ണ് അന്ന് ഭയങ്കര ക്രിട്ടിക്കൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തായിരുന്നു. ഇത് ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് സിനിമ കണ്ടപ്പോൾ എന്തെങ്കിലും കുഴപ്പം തോന്നി? അത് പറഞ്ഞവരല്ലേ. അതായത് ആ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ചിത്രീകരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഒരു സ്ത്രീയുടെ മോശമായ ഒരവസ്ഥയിൽ കൂടെ അത് കാണിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ധാരണ വെച്ച് പറഞ്ഞു. ഇവിടുത്തെ വലിയ ആൾക്കാർ പറഞ്ഞു, മന്ത്രിമാർ അല്ലെ അതുപോലുള്ള പൊളിറ്റീഷ്യൻസും ഒക്കെ ഉൾപ്പെടെ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ആ സിനിമ അതിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? ആ സിനിമ കാണുമ്പോഴല്ലേ തന്നെ. അപ്പോൾ അതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നേരം ഡയലോഗ് പറയാം, ഇത് പറഞ്ഞാലേ അവരെ ശ്രദ്ധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് ഒരു വലിയ ഒരു സദാചാരത്തിൻ്റെ ഉസ്താദുക്കളായിട്ട് മാറുന്ന ഇതാകുന്നത്. അപ്പോൾ അത് പറയുന്നതിൻ്റെ അങ്ങനെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാനായിട്ട് കുറച്ച് പേരുണ്ടാവും. അതിനെക്കുറിച്ചൊന്നും വലിയ ഈ കളിമണ്ണ് എന്ന സിനിമ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഓഡിയൻസിന് കഴിയാതെ പോയെന്ന് തോന്നിയിട്ടുണ്ട്. അതിന് കാരണം ഈ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന് അതിൽ നിന്ന് അകറ്റുവാനായിട്ട് ഈ ഡിസ്കഷൻസ് കഴിഞ്ഞു. കാരണം ഇപ്പം അതിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഈ കോമ സ്റ്റേജിൽ നടന്ന ഒരാളിൽ നിന്ന് സെമൻ എടുത്തിട്ടൊരു കുഞ്ഞുണ്ടായി ഒരു സ്ത്രീക്ക് 3 വർഷത്തിന് ശേഷം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും ചിന്തിക്കുമ്പോഴാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യം ഇത്രയും ഞാനൊരു ശാസ്ത്രജ്ഞനൊന്നുമല്ല, ഡോക്ടറൊന്നുമല്ല. പക്ഷെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു വിഷയത്തിനെ, ഒരു സിനിമയുടെ വിഷയങ്ങളെ കൊണ്ടുവരുമ്പോൾ അതിനുണ്ടാകേണ്ട അപ്രീസിയേഷൻ അവിടെ പോയി. സ്ത്രീയുടെ മോശമായ ഗുഹ്യഭാഗങ്ങൾ കാണിക്കാനായിട്ട് ബ്ലസ്സി ഉപയോഗിക്കുന്നത്. ബ്ലസ്സി ഇത്രയും നല്ല സിനിമ അല്ലെങ്കിൽ ആളായത് സ്റ്റേറ്റ് അവാർഡുകളും മറ്റ് അവാർഡുകൾ കിട്ടിയ അങ്ങനെ കാണിച്ചിട്ടാണ്. ആ ഒരാളോട് ഒരു ഫിലിം മേക്കറിനോടുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് വേണ്ടേ, അത് ആർക്കും ഒന്നും പറയാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് മാറിയതുകൊണ്ട് മാത്രമാണ്. പക്ഷേ എന്നാൽ അതിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ എന്നെ അനുകൂലിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ മാത്രം വൃത്തികെട്ടാനായി പോകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചില മാന്യന്മാർ അതിനും ഉണ്ടായിരിക്കും.
പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ബ്ലെസ്സി എന്ന് കേട്ടിട്ടുണ്ട്. എപ്പോഴും മനസ്സിൽ പ്രാർത്ഥനയോടുകൂടി നടക്കുന്ന ഒരാളാണ്. അങ്ങനെയാണോ? പ്രാർത്ഥന എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എഴുതുമ്പോഴും തനിച്ചാകുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കരമായ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും, എനിക്ക് വേണ്ടി ഇതുവരെ പ്രാർത്ഥിക്കാറില്ല കുറേ കാലങ്ങളായിട്ട്. അത് ആ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അഡ്വാൻസ്ഡ് ആയിട്ട് അതും കുഴപ്പമില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനൊരു 3-4 വർഷമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലേ? മോള് ഇപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവർക്ക് നല്ല മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ വേറെ കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊരു മെച്ചപ്പെട്ട രീതിയിൽ. എനിക്ക് നല്ല വിശ്വാസമാണ്, എന്നെക്കുറിച്ച് പുള്ളിക്ക് നല്ല ധാരണയാണെന്നുള്ളത്. എൻ്റെ കാര്യം പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ അവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. അതാണ് എൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്താ, ഞാൻ പേര് പറഞ്ഞു, സിത്താരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പം സിത്താരെ എൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ ജീവിതത്തിൽ ഒരു സൗഹൃദത്തിൽ ഞാൻ കരുതുന്നു എന്ന് പറയുന്ന ഒരു വ്യാപ്തി എൻ്റെ മനസ്സിനുണ്ടാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയില്ല. എനിക്ക് തോന്നുന്ന, എനിക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം സിത്താരയ്ക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പറയേണ്ട സ്പേസ് ഞാൻ സിത്താരയ്ക്ക് തരട്ടെ എന്നുള്ളൊരു തോന്നലുണ്ട്. ഇതും ഒത്തിരി ബുദ്ധിയുള്ളവർക്ക് പറ്റാത്ത കാര്യമാണ്. കാരണം ബുദ്ധിപരമായി ചിന്തിച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്തിനാ വേറൊരാൾക്ക് കൊടുക്കുന്നതെന്ന് തോന്നിപ്പോകും.